നിന്നെ സിനിമയിലെടുത്തടാ. നമസ്കാരം, എല്ലാവർക്കും ഭീമ സിനിമ ചിരുമയിലേക്ക് സ്വാഗതം. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. ഇന്ത്യൻ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന 3 സഹോദരിമാര്. അവരിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച് ഇപ്പോഴും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് ഇന്ന് ഭീമ സിനിമ ചിരുമ വേദിയിൽ എത്തിയിരിക്കുന്നത്. വളരെ സ്നേഹപൂർവ്വം നമുക്കവരെ സ്വാഗതം ചെയ്യാം ഭീമ സിനിമ ചിരുമ വേദിയിലേക്ക്. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. നമസ്കാരം. കുറേ കാലമായി അല്ലേ നമ്മൾ കണ്ടിട്ട്. പിന്നെ എവിടെ ഇപ്പൊ കൊച്ചിയിലേക്ക് താമസം മാറ്റി? കൊച്ചിയിലേക്ക് മാറ്റി, തൃപ്പൂണിത്തുറയാണ് ഇപ്പോൾ താമസം. പിന്നെ മോൾ ഇവിടെ 10ാം ക്ലാസ്സിൽ ചോയ്സിൽ പഠിക്കുക. അത് മോൾക്ക് വേണ്ടിയാണ് വീടിന്റെ സ്കൂളിന്റെ അടുത്ത് ഞാൻ ഫ്ലാറ്റ് എടുത്തത്. വെരി ഗുഡ്, വെരി ഗുഡ്. എന്തായാലും കൊച്ചിയിലേക്ക് വന്നതിലേക്കും ഒരു പ്രത്യേക ഒരു വെൽക്കം. നമ്മുടെ നാട്ടുകാരിയായല്ലോ. തീർച്ചയായിട്ടും. ഈ സിനിമ ചിരിമ കാണാറുണ്ടോ? കാണാറുണ്ട്. എനിക്ക് ഇതിന് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ആ ഒരു മനസ്സാണ്. ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് ഇത്രയുള്ള മിമിക്രി കലാകാരന്മാരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഷോ നടത്തിയതും അത് കൃത്യമായി അത് എത്തുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് നന്ദി സിദ്ദിഖ്, ഒരുപാട് നന്ദി. അത് നമ്മുടെ വലിപ്പമല്ല, അത് ഈ മിമിക്രി വേദികളിൽ നിന്ന് സിനിമയിലെത്തിയവരും അല്ലാത്തവരും ഒക്കെ ഒരുപാട് പേര് വിളിക്കുന്നവരൊക്കെ ഈ വേദിയിലേക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ് വരുന്നത്. അത് ആ മനസ്സിന്റെ അവരുടെയൊക്കെ നന്മയാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ മിമിക്രി കലാകാരി അല്ല എങ്കിൽ പോലും വിളിച്ചപ്പോൾ സന്തോഷത്തോടു കൂടി. അതിന്റെ റീസൺ എന്താ വെച്ചാൽ നമ്മൾ ഈ ഷോ ചെയ്യില്ലേ, ഞങ്ങൾ പല ഷോയ്ക്കും ഫോറിനിലൊക്കെ പോകുമ്പോൾ ഉന്തിന്റെ കൂടെ തള്ളുപോലെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. സ്കോർ ചെയ്യുന്ന മൊത്തം ഇവരാണ്. ഒരു സ്റ്റാർ വാല്യൂ ഇവര് ബാക്കിലുള്ള സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഒരു കടപ്പാടും കൂടെ എനിക്ക് അവരുടെ കയ്യിലുണ്ട്. കേരളത്തിൽ ഉള്ളതുപോലെ ഇത്രയും മിമിക്രി കലാകാരന്മാര് വേറെ എവിടെ ഉണ്ടെന്ന് അതിന്റെ റീസൺ ഉണ്ട് സിദ്ദിഖ്. എന്താന്ന് വെച്ചാൽ തമിഴ്നാട്ടിലോ മറ്റ് വേറെ വല്ലയിടത്തോ കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും അത് ഏറ്റവും കൂടുതൽ കണ്ട ഞാൻ കേരളത്തിലാണ്. തമിഴ്നാട്ടിലൊന്നും നമ്മളൊരു ആർട്ടിസ്റ്റിനെ കളിയാക്കി ഒരു വാക്ക് പറഞ്ഞാൽ തല താഴെ കിടക്കും. രാഷ്ട്രീയക്കാരെ ആരെയും ഒരു വാക്ക് ഇന്നലെ വന്ന ഒരു ആർട്ടിസ്റ്റിനെ പോലും പറഞ്ഞാൽ അവരുടെ ഫാൻസ് കയറി ആ വീട് തല്ലി പൊട്ടിക്കും. അതില്ലാത്ത നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതാണ്. നമ്മൾ വിമർശനങ്ങളെ എപ്പോഴും സ്വാഗതം ചെയ്യുന്നവരാണ്. നമുക്ക് അങ്ങനെ ഒരു വൈരാഗ്യം വരില്ല. നമ്മൾ ചിരിക്കും. ചെറിയ വിഷം പലർക്കും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് ആസ്വദിക്കുന്നവരാണ്. ഹ്യൂമർ വളരെ നന്നായി ആസ്വദിക്കുന്നവരാണ്. അപ്പോൾ ഹ്യൂമറിന്റെ കാര്യം പറയുമ്പോൾ ഇനി മറ്റൊരു കലാകാരിയും കൂടി ഈ വേദിയിൽ വരുന്നുണ്ട്. അത് കൽപ്പനയെ പോലെ തന്നെ ഒരുപാട് മിനി സ്ക്രീനിലും വലിയ സ്ക്രീനിലും ഹ്യൂമർ വേഷങ്ങൾ ചെയ്ത ഒരു കലാകാരിയാണ്. ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന കൽപ്പനയുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് എന്നുള്ള എൻ്റെ അടുത്ത സുഹൃത്ത് ഒരാളേ ഉള്ളൂ, മഞ്ജു പിള്ള. എങ്കിൽ ആ മഞ്ജു പിള്ള തന്നെയാണ് വരുന്നത്. രാവിലെ വിളിച്ചപ്പോൾ നീ പറഞ്ഞില്ലല്ലോ പറയരുതെന്ന് ഇവിടുന്ന് പറഞ്ഞു. സ്പെഷ്യൽ ആയിട്ട് ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു, പറയരുത്. എനിക്ക് അങ്ങനെ അമ്മ എത്ര അടുപ്പം ആണോ? എന്നും രാവിലെ വിളിക്കും. രാവിലെ അങ്ങനെ സമയമൊന്നും വെച്ചിട്ടില്ല. മിക്കവാറും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം. എന്താ വിളിച്ചിട്ട് പറയാ, നിനക്ക് സിനിമയുണ്ടോടി എന്ന് ചോദിക്കും. അപ്പൊ ഇല്ല, എനിക്കും ഇല്ല, സമാധാനമായി. അതാണോ? ഞാൻ മഞ്ജുവിനെ വിളിക്കുന്ന മഞ്ജമ്മയും ഞാനുമായിട്ട് അവരുടെ വീടുമായിട്ടുള്ള അടുപ്പമാണ്. അപ്പോ മഞ്ജമ്മയുടെ അമ്മ പറയും എൻ്റെ മൂത്ത മകളാണ് കൽപ്പന എന്ന് പറയും. ഞങ്ങൾ സ്റ്റാർ വൈസ് ഒന്നാണ്, നക്ഷത്രം ഞങ്ങളുടെ ഒരേ നക്ഷത്രമാണ്. അപ്പോൾ പിന്നെ അതുപോലെ ഞങ്ങളുടെ പെരുമാറ്റങ്ങളിലൊക്കെ ഒരുപാട് റിസംബ്ലൻസ് ഉണ്ട്. ഭക്ഷണ കാര്യത്തിൽ, ഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ. എന്നെ സംബന്ധിച്ച് എനിക്ക് സെൻസ് ഇല്ലെന്നാണ് അവൾ പറയണേ. എൻ്റെ കൈയൊക്കെ പിടിച്ച് തേച്ച് എനിക്ക് സെൻസ് ഇല്ല, എനിക്ക് കണ്ണും മൂക്കും വരയ്ക്കാൻ മേക്കപ്പ് സെൻസ് ഇല്ല. സത്യമാണ്, ഇല്ല പറയുന്നതല്ല, സത്യമാണ്. ഇത് ചില സമയത്ത് മേക്കപ്പ് ചെയ്തുകൊണ്ട് ഇറങ്ങുന്നുണ്ട്. ഇന്നും അത് വന്നിട്ട് ഞാൻ പറഞ്ഞു അന്ന് പറ്റിയത് വരരുത്. ഒരു പ്രാവശ്യം ഒരു ഇന്റർവ്യൂവിന് പോയിട്ടിരുന്ന് മേക്കപ്പ് ചെയ്യാം. അപ്പം അധികം ലൈറ്റ് ഇല്ല, എൻ്റെ മുറിയിൽ വന്നിരുന്ന മേക്കപ്പ് ചെയ്യുന്നത്. അപ്പം അധികം ലൈറ്റ് ഇല്ല, ഹോട്ടലില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു സാധനം ഇട്ട് വരച്ച് ഇവിടെ വരയ്ക്കുന്ന കണ്ടു എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന് എന്നിട്ട് വാ മക്കളെ പോവാ എന്ന് പറഞ്ഞ് ഇന്റർവ്യൂവിന് ഇറങ്ങുക. പുറത്തിറങ്ങി കണ്ടപ്പോ കരിക്കാലത്തിനകത്ത് പൂച്ച തലയിട്ട എങ്ങനെ ഉണ്ടാവും അതുപോലെ ഒരു ബ്രഷ് എടുത്തിട്ട് ഒരു പൊടിയുണ്ട്, ബ്ലാക്ക് പൊടി. അപ്പൊ ഇപ്പൊ പലരും കൺമഷിക്ക് പകരം അതാണ് ഇവിടെ യൂസ് ചെയ്ത്. അതെടുത്തിട്ട് വരയ്ക്കുക. അപ്പൊ അത് കുറച്ച് വരച്ചാൽ മതി, അത് അറിഞ്ഞൂടാ പാവത്തിന്. വരച്ചിട്ട് ഇവിടെ മുഴുവനായി പൊടി. ആ പൊടി ഇങ്ങനെ വരച്ചപ്പോ ഈ മറ്റേ
ചില കള്ളന്മാര് ഈ മോഷ്ടിക്കാൻ പോകുമായിരിക്കില്ല, അതുപോലെ ഇവിടെ എല്ലാം മൊത്തത്തില് ഫുള്ള് മാറ്റിയിട്ട് രണ്ടാമത് മേക്കപ്പ്. ഒരുപാട് ഡ്രസ് സെൻസ് പറഞ്ഞു തരും എനിക്ക്. എന്നെ സംബന്ധിച്ച് ഞാൻ വിളിക്കുന്ന പാസ്ത ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് ഒരു ദിവസം വിളിച്ചു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു തന്നു, മിനിയമ്മ നീ എഴുതെന്ന് പറഞ്ഞു. ഞാൻ എഴുതി വെച്ച് സിദ്ദിഖ് ആ പേപ്പർ എവിടെയോ പോയി. പിന്നെ വിളിച്ചാൽ അവള് വഴക്ക് പറയുമല്ലോ എന്നൊരു പേടി. രണ്ടാമത് ഞാൻ വിളിച്ചു പറഞ്ഞു പാസ്ത വേണ്ട, വേറൊരു സാധനം പറഞ്ഞു തരാം. അപ്പം അത് ഞാൻ മറക്കൂലെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പോൾ അത് എഴുതി തന്നപ്പോഴത്തേക്കും അത് എഴുതി ഞാൻ കൈ വെച്ച് അപ്പോഴേ കാണാതെ പോയി. ആ സാധനം ഞാൻ വീണ്ടും മറന്നു. ഇതുവരെ ആ പാസ്ത ഉണ്ടാക്കിയിട്ടില്ല, രണ്ടാമത് പറഞ്ഞ സാധനം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഭക്ഷണകാര്യമൊക്കെ ചോദിക്കാനാണ് വിളിക്കുന്നത്, ഡെയിലി വിളിക്കുന്നത്. ഈ കുക്കിംഗ് സ്വയം കുക്കിംഗ് ആണ് രണ്ടുപേരും? ഞാൻ സ്വയം കുക്കിംഗ് ആണ്. ആണല്ലേ? എനിക്ക് വാചകമേ ഉള്ളൂ, പാചകമില്ല. ഞാൻ പാചകം ചെയ്ത പാചകമായി നമുക്ക് ആമാരി സെൻസ് ഒന്നും എനിക്ക് കുറവാണ്. എനിക്ക് വെജിറ്റേറിയൻ ആയതുകൊണ്ട് എനിക്ക് വെജൊക്കെ ഒരുവിധം വെക്കാൻ അറിയാം. പക്ഷേ ഉർവശിക്ക് ഇതിന്റെ ഒരുപാട് റെസിപ്പികൾ അറിയാം. അത് ഉർവശിയുടെ അല്ല സിദ്ദിഖ് ജി, കലച്ചേച്ചിയാണ് അതിന്റെ ആള്. എല്ലാം തമിഴ്നാട് ഫുഡ്, തമിഴ്നാട്ടിൽ തന്നെ തഞ്ചാവൂരിന്റെ വേറെ, മധുര ഫുഡ് വേറെ. അപ്പൊ അത് അവൾക്കും പറഞ്ഞു കൊടുക്കും. അങ്ങനെയുള്ള പിന്നെ അവിടെ വീക്ക്നെസ് വഴുതനങ്ങയാണ് ഉർവശിയുടെ. അയ്യോ, വഴുതനങ്ങയിൽ ആരോ കൊടുവത്രം ചെയ്തു കൊടുത്തു. വഴുതനങ്ങ അരിഞ്ഞ് കൂട്ടുക. ഇത് ചീനച്ചട്ടിയിൽ എടുത്തിട്ട് കുറെ നേരം കഴിയുമ്പോൾ നമ്മുടെ ശബരിമലയിലെ ഉണ്ണിയപ്പൊക്കെ കീറത്തില്ലേ, അതുപോലെ ഒരു 4 കീറലേ ഉള്ളൂ അതിനകത്ത്. ഇതിന്റെ പുറവിനാണ് ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് അത് തന്നെ. അപ്പൊ അവളുടെ പരികർമ്മി കലാരഞ്ജിനിയാണ് കൂടെ, അവളുടെ കൂടെ നിൽക്കും. എല്ലാം നിന്ന് കഴിയുമ്പോൾ കലാരഞ്ജിനിയുടെ ഒരു വരവുണ്ട്. കലമോട് ഇങ്ങോട്ട് വന്നിട്ട് ഇതൊക്കെ മതിയില്ല, കുട്ടി പ്രസവിച്ചു, സ്ത്രീ പ്രസവിച്ചു, പെൺകുട്ടി എന്നൊക്കെ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പറഞ്ഞ പോലെ വെച്ച് കഴിഞ്ഞു കേട്ടോ, വഴുതനങ്ങ കൂട്ടാൻ റെഡി. സാധിച്ച പോലെ ചെന്ന് നോക്കുമ്പോൾ ഇത് കീറിയിട്ട പോലെ ഇരിക്കും. അവർക്ക് കലച്ചേച്ചിക്കാണ് സെൻസ്, പക്ഷെ പൊടിമോക്ക് ഒരുവിധം അറിയാം. എന്നെ സംബന്ധിച്ച് ഞാൻ ആ ഒരു കാര്യത്തിലൊക്കെ വീക്കാണ്. ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണല്ലോ അതാണ് ഞാൻ പറഞ്ഞു. ഇനി ചോദിക്കുന്ന രാത്രി ഒരു കാര്യം ചോദിക്കണം. ഓക്കെ, അല്ല ശ്രദ്ധിച്ച് ഇന്നൊരു കാര്യം ഞാൻ ഇപ്പൊ ഓർത്തു, അത് ഞാൻ ചോദിക്കണം. എന്താ റെസിപ്പി? ഇവിടെ അസലായിട്ട് ഫുഡ് വയ്ക്കും. മിനിച്ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടം അവിയലും ചമ്മന്തിയും സാമ്പാറും. അതിനൊക്കെ കളറുണ്ട് സിദ്ദിഖ് ജി. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പം എറണാകുളത്ത് ഞാൻ വന്ന ശേഷമാണ് ഇവിടുത്തെ അവിയൽ ഒരുമാതിരി തേങ്ങാക്കൊത്തിട്ട് വെക്കുന്ന പോലെ പറ്റിച്ച് മഞ്ഞ കളറിൽ തോരൻ പോലെ ഇരിക്കും ഇവിടുത്തെ അവിയൽ കണ്ട. ഞങ്ങളുടെ അവിയൽ പച്ച കളർ, തിരുവനന്തപുരം അവിയൽ ചാറ്, നല്ല പച്ച ചാറോട് കൂടി. ഞാൻ തിരുവനന്തപുരത്ത് പോകുമ്പോൾ വീട്ടിൽ നിന്ന് അമ്മ എനിക്ക് വെച്ചുകൊണ്ട് തരും ഓരോന്ന്, അവിടുത്തെ ഭക്ഷണം ഇതൊക്കെ. പിന്നെ ഇപ്പൊ കൊച്ചിയിലേക്ക് വന്നിട്ട് നിങ്ങൾ തമ്മിൽ അടുത്തടുത്തല്ലേ? ഇപ്പൊ കൊച്ചി വീട്ടില് പോകാറുണ്ട്, ഭക്ഷണ സമയവും അങ്ങോട്ട് വരുമായിരിക്കും അല്ലേ? സിദ്ദിഖ് ജി, അവളിപ്പോ വന്ന് കുറച്ച് നാളെ ആയിട്ടുള്ളേ. വന്നു കഴിഞ്ഞ് എന്നും ബിസിയാ. ഞാൻ വിളിക്കുമ്പോൾ മിക്കവാറും ബിസിയാ. എനിക്ക് അങ്ങോട്ട് പോകാനോ അവൾക്ക് എന്റെ വീട്ടിൽ വരാനുള്ള സമയം ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നാൽ തൊട്ടടുത്താ. പക്ഷെ 2 നാട്ടിലായിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾ മിക്കവാറും കാണുമായിരുന്നു. അടുത്തടുത്ത് വന്നപ്പോ ഇല്ല. ഈ നിങ്ങൾ 3 പേരും എന്താ കൽപ്പന, കവിത അല്ലേ? ഉർവശി. ആദ്യം കവിത എന്നാണ് ഒറിജിനൽ പേര്. പൊടിയെന്ന് വിളിക്കുന്ന ഉർവശി. നിങ്ങൾ 3 പേരും 3 തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും എല്ലാത്തിലും അഭിനയിച്ചു. ആദ്യം തുടങ്ങുന്നത് മലയാളത്തിലാണ് എല്ലാവരും തുടങ്ങുന്നത്. പക്ഷെ ഉർവശി മാത്രം തുടങ്ങിയത് തമിഴിലാണ് അല്ലേ? മുന്താനം മുടിച്ചു. ഞാൻ ആദ്യമേ 8 വയസ്സിൽ ഫീൽഡിൽ വന്നു കൊച്ചിലെ. ശിവൻ സാറിന്റെ സിനിമ മറ്റേ ഫാദർ ശിവൻ സാർ. അതിൽ 8 വയസ്സുള്ളൊരു കുട്ടിയായിരുന്നു. അത് വളരെ, ആ കുട്ടിയാണ് ഹീറോയിൻ അതിന്റെ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് പടങ്ങളിലൊക്കെ ബേബി ആർട്ടിസ്റ്റ് അഭിനയിച്ചു. ഉർവശി കതിർമണ്ഡപം എന്നുള്ള സിനിമയെ ഭാരതി ചേച്ചിയുടെ കുട്ടിയായിട്ട് അഭിനയിച്ചു. ഇത് കഴിഞ്ഞ് ഞാൻ ഫീൽഡിൽ വന്ന ശേഷമാണ് അവൾ വരുന്നത്. പക്ഷെ അവൾ വളരെ കുഞ്ഞിലെ ഹീറോയിനായി. അപ്പോഴത്തേക്കും കലച്ചേച്ചി വന്നു. അവൾ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഒഴിച്ച് എല്ലാത്തിലും അഭിനയിച്ചു. ഉർവശി ഹിന്ദിയിലൊരു സിനിമ ചെയ്തു. പിന്നെ ഞാൻ ഗ്രാജുവലായിട്ട് ഞാനും പിന്നെ രംഗത്തെത്തി. അങ്ങനെ അവസാനം വരുന്നത് ലാസ്റ്റ് വരുന്നത്. അവള് ഫീൽഡിൽ വരണമെന്നൊന്നും വിചാരിച്ചതല്ല. പക്ഷെ ശ്രീകുമാരൻ നമ്പി സാറിന്റെ സ്വന്തം എന്ന പടത്തില് വിദ്യാമ്മയുടെ മകൾ അംബിക ചേച്ചിയുടെ താഴെ ഒരു കുട്ടി വേണം. അപ്പൊ ഞാനാണ് അഭിനയിക്കാൻ പോയത്. പക്ഷെ ഇപ്പൊ സാറിങ്ങനെ എന്നെ നോക്കിയപ്പോൾ എന്റെ കൂടെ അവള് വന്നിരുന്നു. വളരെ സോഫ്റ്റാണ്, മുമ്പിലൊന്നും വരാൻ വളരെ മടി. അപ്പൊ നോക്കിയിട്ട് പറഞ്ഞു, മൂക്കും ഫീച്ചേഴ്സും വെച്ച് വിദ്യാമ്മയും അംബിക ചേച്ചിയും കൂടെ നിന്നാൽ സിസ്റ്ററായിട്ട് കൂടുതൽ ഛായ അവൾക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ നന്നായിട്ട് അപ്പൊ തന്നെ സീൻ പറഞ്ഞു, ഡ്രസ് ഇട്ടു, അവള് നന്നായി പെർഫോം ചെയ്തു. ബ്ലഡിലുണ്ടല്ലോ, അച്ഛനും അമ്മയും ഒക്കെ നാടക വേദിയിൽ നിന്ന് വന്നവരല്ലേ. അപ്പൊ അത് എന്തായാലും ഉണ്ടാവും, ബ്ലഡിലുണ്ടാവും. പിന്നെ നിങ്ങൾ ഈ 3 പേരും വീട്ടില് എങ്ങനെയാണ്? നല്ല തമാശയാണോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമർ ആണ്. കലാകാരിയാണ്. പക്ഷെ എന്റെ അമ്മയുടെ സെൻസ് ഞാനാണ് കൂടുതലും. ഞാൻ പിന്നെ എല്ലാം ഈ എന്ത് കണ്ടാലും വീട്ടിൽ ഞാനൊരു റിബലാ കേട്ടോ സിദ്ദിഖ് ജി. വീട്ടിൽ ഭയങ്കര റിബലാ ഞാൻ. എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയുടെ സെൻസ് ഓഫ് ഹ്യൂമർ ഫസ്റ്റ്, പിന്നെ ഏറ്റവും ഹ്യൂമർ സെൻസ് എൻ്റെ അനിയൻ, പിന്നെ കലച്ചേച്ചി. അവളെന്ത് പറഞ്ഞാൽ
പറഞ്ഞാലും നമുക്ക് ഭയങ്കര അവൾ എന്തിനും ഒരു കണ്ടുപിടിക്കും. പക്ഷെ കണ്ട സീരിയസ് ആയിട്ട് തോന്നുന്നു. അത് മുഖം പഴമാണെങ്കിൽ പോലും എന്തെങ്കിലും അവൾ പറയുന്ന അപാര സെൻസിൽ സംസാരിക്കും. പൊടിമോളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവൾ തമാശയായിട്ട് പറഞ്ഞാലും നമുക്ക് ചിരി വരും. അതുകൊണ്ട് കുറേ നേരം കൊണ്ട് ലൊക്കേഷനിലൊക്കെ ഞങ്ങൾ നിൽക്കുമ്പോൾ അവിടെ കുഞ്ഞല്ലേ, അപ്പോൾ അവൾ ലൊക്കേഷൻ നിൽക്കുന്നിടത്ത് എന്തിൻ്റെ അസുഖം പറഞ്ഞില്ലല്ലോ, നീ കാണുന്നുണ്ടോ അയാളെ? അപ്പൊ അവള് ചുണ്ടനങ്ങുന്ന ആരും കാണുന്നില്ല. ആര് ചുവന്ന ഷർട്ട് എടുത്ത് നിൽക്കുന്ന എന്തിന്റെ അസുഖം എന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ കണ്ടോ നീ, ഇങ്ങനെയാണ് അവള് പറയുന്നത്. ചുണ്ടനങ്ങുകയില്ല. അപ്പോ അത് അവിടെ സെൻസ് അതാണ്. അവൾ ഓപ്പണായിട്ട് ഒരു ഹ്യൂമറൊക്കെ പറയാൻ ഒരു വിഷമമുള്ള ആളാണ്. ഇതിലില്ലാത്ത ഓപ്പണായിട്ട് പറയാൻ വിഷമമില്ലാത്തവരിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഹ്യൂമർ ആണെന്ന് പറയുന്നത്. ഇപ്പോൾ ഉർവശി എപ്പോഴും പറയുമായിരുന്നു വീട്ടിലെ ഏറ്റവും കൂടുതൽ അടി കൊള്ളുന്നത് ഞാനാണ്. കയ്യിരിപ്പ് മോശമായിരുന്നു. നമ്മുടെ കയ്യിരിപ്പ് കൊണ്ട് മോശം ആയിട്ട് രീതിയിലാണ് നമ്മളെ തല്ലി കൊള്ളുന്നത്. പിന്നെ എനിക്ക് ശ്രദ്ധിച്ചത് പ്രശ്നമില്ല. രാവിലെ ഒരു 9 മണിയാകുമ്പോഴേ അച്ഛൻ 6 അടി 2.5 ഇഞ്ച് ഹൈറ്റ് ഉണ്ട് എൻ്റെ അച്ഛൻ. ഞാൻ ഇപ്പോഴേ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അന്ന് ഇത്ര ഉണ്ടായിരുന്നു കാണും. അപ്പോൾ ഈ പിള്ളേരുടെ യൂണിഫോമൊക്കെ ഇടുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. അപ്പോൾ അതിന് അച്ഛൻ ഇവർ കിടന്ന് ഇത് യൂദാസായിരുന്നു കൊച്ചിലെ ഉർവശി കീറ്റി പിടിക്കും. അച്ഛാ എൻ്റെ ഡ്രസ്സ് എടുത്ത് അവളിട്ട് അച്ഛാ അവക്കച്ഛൻ വാങ്ങിച്ചു കൊടുത്തിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ട് നിസ്സാരം പോലെ എന്നെ ഇങ്ങനെ കയ്യിലെടുത്തിട്ട്, അപ്പോൾ ഈ കയ്യിൽ ചില ഫാൻസി ഐറ്റത്തിൽ കടകളിൽ കിടന്ന് കറങ്ങുന്ന പോലെ ഞാൻ കറങ്ങും. ഒരു 10 അടി കുറഞ്ഞ കാരണം അച്ഛന് ശബരിമലയിൽ നിന്നൊരു ഫ്രണ്ട് ഒരു കുരുദ്രോഹി കിടന്ന് മരിച്ചു. അവസാനം അങ്ങനെ കൊണ്ടൊരു കമ്പ് കൊടുത്തു, കട്ടകാലത്തിനൊരു കമ്പ് കൊണ്ടുവന്ന് കൊടുത്ത് ഈ പിള്ളേരെ അടിക്കാൻ വേപ്പും കമ്പ അച്ഛൻ വെച്ചിരിക്കുന്നത്. പി ചേട്ടാ ഇതിരിക്കട്ടെ, ആരെങ്കിലും കൊണ്ടൊരു കമ്പ് ഒരു വീട്ടിൽ കൊടുക്കും, അത് എന്റെ സമയദോഷം, ഇരിക്കട്ടെ എന്ന് വെച്ചു. അച്ഛൻ അത് എനിക്ക് വരവും വെച്ചു. അപ്പൊ ഇതെടുത്ത് വെച്ച് അച്ഛൻ തല്ലുന്ന ഉർവശിയുടെ ഈ കരച്ചിലൊക്കെ കാരണമാണ്. അപ്പൊ തല്ല് കൊണ്ടുകൊണ്ട് പിന്നെ സിദ്ധിച്ച ഒരു ആദ്യത്തെ പിന്നെ എനിക്കത് ഇല്ലാതെ ഒരു എക്സസൈസ് ഇല്ല. അച്ഛൻ്റെ കയ്യിൽ കിടന്നൊരു കറക്കമൊക്കെ കറങ്ങിയിട്ട് നമ്മൾ വീണൊക്കെ എണീക്കുമ്പോൾ ഒരു സന്തോഷം പിന്നെ ഇല്ലാതായി. അതുകൊണ്ട് പിന്നെ എനിക്ക് അസാമാന്യ ഒരു ഇതുള്ള ആളായിരുന്നു ഞാൻ. മതിലൊക്കെ ഇങ്ങനെ നിന്നിട്ട് എന്നെക്കാളും പൊക്കമുള്ള ഒരു മതിൽ ഇങ്ങനെ ഞാൻ ചാടണമെങ്കിൽ ഒരു ഫൈറ്റ് മാസ്റ്ററിന് പോലും നടക്കത്തില്ല. അവരോട് ചോദിച്ചാൽ അറിയാം. ഒരു ദിവസം തല്ലുണ്ടാക്കി അച്ഛൻ കയറി വരിക, ഞാൻ ഇന്ന് മരിച്ചു, എൻ്റെ കുഴി ആദ്യം ഞാൻ തോണ്ടി അടക്കണമല്ലോ. ഓടി വന്ന് നിന്നപ്പോഴത്തെ അച്ഛൻ ചോദിച്ചു എന്താ ഇവിടെ ഒരു പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ഇപ്പം ഇവരൊക്കെ കരച്ചില് ഞാനിങ്ങനെ ഉപദ്രവിച്ചു തോന്നുന്നു. അച്ഛൻ നേരെ വന്ന കമ്പിലോട്ട് കൈ വെക്കുന്നതിന് ഇവിടെ നിന്ന് ഞാൻ റൗണ്ട് കയറി ചാടി ഒരു താഴെ ഒരു ഓടയുണ്ട്, ഓടക്കകത്ത് വീണ്. അതെങ്ങനെ ഇന്നും അത്ഭുതമാണ്. ഓടിയിട്ട് ഞാൻ നാട് വിടാൻ തീരുമാനിച്ചു. തിരുവനന്തപുരം സിറ്റി വിട്ടാൽ പിന്നെ ഈ വീട്ടിൽ വരണ്ടല്ലോ. ഒരു പെറ്റിക്കോട്ട ഇട്ടിട്ടുള്ളൂ. നേരെ എൻ്റെ വീടിൻ്റെ സൈഡിൽ കൂടെ പോയ മാഞ്ഞാലിക്കുളം ഇതാണ്. നേരെ ഞാനിങ്ങനെ നടന്നിങ്ങനെ പോകുമ്പോൾ ഉണ്ട് എൻ്റെ കൂടെ പഠിച്ചൊരു പയ്യൻ വരുന്നത് രാധാകൃഷ്ണൻ. എൻ്റെ കയ്യിലൊരു പൊതിയുണ്ട്. എവിടെ പോകണടേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ നാട് വിടാൻ പോകണടേ, എൻ്റെ വീട്ടുകാരുടെ ഇടയ്ക്ക് പെറ്റിക്കോട്ട് മാത്രം ഇട്ടുണ്ട്. ഉണ്ട് അവൻ ചോദിച്ച് അയ്യോ അതെയോ, എന്നാ ഒരു കാര്യം ചെയ് ഞാനും കൂടെ വരാം. അവന് എൻ്റെ പ്രായം 9 വയസ്സ്. നീ കരയണ്ട, ഞാൻ നിന്റെ കൂടെ വരാം എന്ന് പറഞ്ഞ് നടന്നു. കുറേ ദൂരം വന്നപ്പോഴത്തേക്ക് ഇരുട്ടി സന്ധ്യയായി. ഇവൻ എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും കാണണം, അച്ഛനെയും അമ്മയും കാണണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നീ ചുമ്മാ ഇരിപ്പാ, ഞാനല്ലേ പറയണേ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ പറഞ്ഞ് എൻ്റെ കയ്യിൽ മുട്ടയുണ്ട്, ഞാൻ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യ പോടാ കിഴങ്ങാന്ന് പറഞ്ഞ് വിട്ടിട്ട് ഞാൻ ഓടി. അങ്ങനത്തെ ആ റോഡ് മാഞ്ഞാലിക്കൂടെ കഴിഞ്ഞ് അവിടെ റേഷൻ കടയൊക്കെ ഉണ്ട്, അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുക. ഇനി എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞുകൂടെ ശ്രദ്ധിച്ച് ഇങ്ങനെ നിന്നോണ്ടപ്പോൾ ടാക്സിയിൽ അച്ഛനും നമ്മുടെ റൈറ്റർ മരിച്ചുപോയി അയ്യനേത് സാർ, പി അയ്യനേത് സാറും എനിക്കൊന്ന് ബാലു കിരിയത്തിയേട്ടനാണെന്ന് തോന്നുന്നു, ആരോ ഒരാൾ അച്ഛൻ്റെ കൂടെ ഉണ്ട്. വന്ന് നേരെ അച്ഛൻ എന്നെ പൊക്കി എടുത്ത് കൊണ്ടുപോയി. പിന്നെ ഇതുപോലെ ഒരു ഓട്ടം ഞാൻ പിന്നെ നടത്തി. പിന്നെ ഒരു ഓട്ടം ഉണ്ടായിരുന്നു. ഒരു വർഷം കഴിഞ്ഞ് ഉർവശി ഒരൊറ്റ ചവിട്ടിന് ഉർവശിയുടെ ഈ തല പൊട്ടി, 6 സ്റ്റിച്ച്. അപ്പോൾ ആ ഒറ്റ ചവിട്ട് അത് ഈ കൊച്ചൊരു ഷഡ്ഡി ഇട്ടുകൊണ്ട് അതിങ്ങനെ ചാരി എന്നിട്ട് അവൾക്കൊരു മൈനസ് പോയിന്റ് ഉള്ളത്. എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ട് അവൾ പറഞ്ഞുകൊണ്ടിരിക്കും അക്കാര്യം. നീ വലിയ ആളെന്നുകൊണ്ടോ വലിയ ആളെന്നൊക്കെ പറഞ്ഞു നീ കണക്ക് പരീക്ഷയ്ക്ക് തോറ്റത് അച്ഛൻ്റെ അടുത്ത് ഞാൻ പറയും, നീ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഒപ്പിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ നിർത്താം, ഞാൻ സ്വന്തം ഒപ്പിട്ടു. കാരണം അച്ഛൻ ഒപ്പിട്ട് തരത്തില്ല, അച്ഛൻ ഒപ്പിട്ട്. ഇപ്പം നമ്മൾ പരീക്ഷ കഷ്ടപ്പെട്ട് എഴുതി നമ്മൾ സ്കൂളിൽ പോയാൽ കഴിഞ്ഞ് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മൾ വേണം ഒപ്പിടാൻ ശ്രദ്ധിച്ചു. ഇതൊന്നും വീട്ടിൽ കൊണ്ട് അച്ഛൻ്റെ അമ്മയുടെ കൊല്ലാകൊല ചെയ്യുന്ന അവർ നമ്മളെ കൊല്ലൂലേ. അങ്ങനെ ഒപ്പിട്ടത് ഇവൾ പറയുന്നൊക്കെ ചാരി പറയോ, കുഞ്ഞ് ഷഡ്ഡി മാത്രമേ ഇട്ടിട്ടുള്ളൂ, കയ്യിലെന്തോ തിന്നുകൊണ്ടിരിക്കുക. നമ്മൾ നിർത്തതി വിട്ടു കേട്ടോ മക്കളെ, നമ്മൾ ഫ്രണ്ടാണ് ഓക്കെ എന്ന് പറഞ്ഞ് തിരിയാനും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു ചവിട്ടേ കൊടുത്തുള്ളൂ. ചവിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ മഞ്ഞ കളറായി ചുണ്ട്, താഴെ കൂടെ ബ്ലഡ് ഇങ്ങനെ ഒഴുകി വരുന്നു. അപ്പോഴേ അത് ബോധം കെട്ട് വീണു. പിന്നെ അച്ഛൻ അറിഞ്ഞു, എന്നെ ഹോസ്പിറ്റലിൽ അവളെ കൊണ്ടുപോയി 6 സ്റ്റിച്ച് എടുത്തു. ഈ 6 സ്റ്റിച്ച് ഇട്ട ശേഷം പിന്നെ അവൾക്ക് എന്നെ പേടിയായിരുന്നു. ഒറ്റ ചവിട്ടിൽ അതാണ് പറഞ്ഞത്, ഒരൊറ്റ ചവിട്ടി ശരിയാവും, അടി ഒതവുമ്പോൾ അണ്ണൻ തമ്പി ഒതവില്ലെന്നൊരു ചൊല്ലി തിരുവനന്തപുരത്തുള്ളത് പറഞ്ഞ പോലെ. അതിനുശേഷം പിന്നെ അമ്മ അച്ഛനോട് പറഞ്ഞു ഒന്നും അവളെ മിനുവിനെ ഒന്നും പറയരുത്, കാരണം എന്താണെന്ന് വെച്ചാൽ കൊച്ചു വല്ലതും പോയി ചെയ്താലോ. ഞാൻ 2 പ്രാവശ്യം ഒളിച്ചോടിയിട്ട് വന്നിരിക്കുക, എവിടെയെങ്കിലും ഓടി ആ ഒറ്റ ഓട്ടമായിട്ട് പോകുമെന്ന് പേടിച്ചിട്ട് പിന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞു സഹോദരങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കരുത്, ഒരു പിച്ചോ എന്നുള്ളോ അടിയേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതോടെ പ്രശ്നം തന്നു. അങ്ങനെ ഞാൻ കൊച്ചിലേ തന്നെ വളരെ റിബലായിട്ടൊരു കുട്ടിയായിരുന്നു.
ഇവർ രണ്ടുപേരും ഇടയിലുള്ളത് കൊണ്ട് നമുക്ക് അറ്റൻഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു ആണ്. ഇതായിരിക്കും. ഞാൻ എൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്, എപ്പോഴും മൂത്ത കുട്ടിയോട് ആദ്യം ജനിച്ച കുഞ്ഞെന്നുള്ള സ്നേഹമാണ്. മൂന്നാമത് ജനിക്കുന്നത് ചെറിയ കുഞ്ഞല്ലേ, രണ്ടുപേരെക്കാളും. പിന്നെ ഒരു കുഞ്ഞ് ജനിച്ചാൽ ഇത് അവസാനത്തെ കുഞ്ഞല്ലേ എന്ന് പറയും. ഇടയ്ക്കുള്ളത് വലിയ ദോഷമാണ്. ഒന്നുകിൽ ഒരുമിച്ച് മൂത്തതുകൾ 2 എണ്ണം, ഏറ്റവും ഇളയതുകൾ 2 എണ്ണം, ഇടയിൽപ്പെട്ട ഒരു സാധനം വരികയെ ചെയ്യില്ല. പിന്നെ എനിക്ക് ഗ്ലാമർ ഇല്ല അവരുടെ ഒത്രയുള്ള കോംപ്ലക്സും ഉണ്ടായിരുന്നു. കാരണം ഇവർക്കൊക്കെ നല്ല ചുരുണ്ട മുടിയാണ്. ഈ 2 പെൺപിള്ളേർക്കും എൻ്റെ അമ്മയ്ക്കും വേവിയായിരുന്നു. എനിക്ക് മാത്രം ഷോക്കടിച്ച പൂച്ചയെ പോലെ ആകാശത്ത് എന്നെ കാണാൻ കൊള്ളൂല. അപ്പം എന്നെ ശ്രദ്ധിക്കണം, അതിനെന്താ മാർഗം? അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പണ്ടൊരു ക്യാമറാമാൻ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയും. അങ്ങനെ മറ്റുള്ളവർ ശ്രദ്ധ ആകർഷിക്കാൻ ഇപ്പോൾ സൗന്ദര്യത്തിൽ ഇവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വയ്യ. അപ്പം പിന്നെ റൗഡിസമായി. അങ്ങനെയാണ് ഞാൻ റൗഡിയായത്, ചട്ടമ്പിയായത്. അപ്പോൾ വരുന്നവർക്കൊക്കെ ഇവർക്കും എന്നെ പേടിയാ, വരുന്നവർക്കും പേടിയാ. അവരുടെ ചെരിപ്പെടുത്തോണ്ട് പോയി എവിടെയെങ്കിലും കൂടെ ഒളിച്ചു വെക്കുക. പിന്നെ അറിയാത്ത മട്ടി വായി ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് സംസാരം അപ്പൊ ഒരു മേളിൽ ഇങ്ങനെ ആക്കൂലേ, ഞാൻ മാറും. ഇത്രയാണ് നേരം നീക്കുന്നുണ്ട്, ആര് ചെയ്തു എങ്ങനെ അറിയാം? അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ ചട്ടമ്പിയായി മാറിയ ആളാണ് ചെറുപ്പത്തിലെ ചട്ടമ്പി. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ 2 തരത്തിലാണ്. കല തീരെ പാവം. ഇന്നും അവള് പാവമാണ്. ഞാനും അവളും തമ്മിൽ 13 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അവൾ ഇവിടെ നിന്നൊക്കെ വിളിക്കുന്നത് വെച്ചാൽ, ഒന്നാമത് അവളെ കൊണ്ട് ഞാൻ ചേച്ചി എന്ന് വിളിപ്പിച്ചില്ല ആരെയും. അവൾ അങ്ങനെ ഷൈൻ ചെയ്യേണ്ടെന്ന് എനിക്ക് കൊച്ചിലേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കലമോളെ എന്ന് വിളിച്ച് എല്ലാവരും കലമോളെ എന്നേ അവളെ വിളിക്കത്തുള്ളൂ. പിന്നെ അന്നും ഇന്നും ഭയങ്കര സാക്രിഫൈസ് ചെയ്യുന്ന ഒരു സിസ്റ്ററാണ് അവള്. ഇത്ര വ്യത്യാസമേ. ഞങ്ങൾ ഒരു മിഠായി കൈ കിട്ടിയാൽ പോലും ഇന്നും ഒരു സാധനം, കൊച്ചിലെ സാധനം ഇപ്പോഴത്തെ നമ്മൾ മുതിർന്നു എന്ന് പറയാം. വലുതാവുമ്പം ഞങ്ങളെല്ലാം തിന്നുന്നവരെ അവൾ വെച്ചുകൊണ്ടിരിക്കും. വേണോ, നമുക്ക് വേണോ? ഞാൻ ചേച്ചി തിന്നില്ല. അവൾ ചേച്ചി എന്ന് പറയും, നമ്മൾ വിളിക്കാൻ വേണ്ടി. നമ്മൾ വിളിക്കുന്നില്ലല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് അത്ര ഒരു സാക്രിഫൈസ് നേച്ചറുള്ള കുട്ടിയാണ് അവൾ. പിന്നെ ചില അല്പകാര്യങ്ങളുണ്ട്, കുഞ്ഞി കാര്യങ്ങളില്ലേ, വൻപൻ സംഭവം വിട്ട് ഒരാൾ തന്തയ്ക്ക് വിളിച്ചാൽ അവൾ വെറുതെ ഇരിക്കും. പക്ഷെ ഇത് നിന്റെയാണോ എന്ന് ചോദിച്ചാൽ അവൾ ദേഷ്യപ്പെടും. അങ്ങനെ ചില കുഞ്ഞു കാര്യങ്ങളിലുള്ള കാര്യങ്ങളെ അവൾക്കുള്ളൂ. പക്ഷെ കലച്ചേച്ചിയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് കോമഡി, അയ്യോ അപാര സെൻസ് ഓഫ് ഹ്യൂമർ വേണം. അയ്യോ എന്തൊരു അത് മനഃപൂർവ്വം ചെയ്യുന്ന അബദ്ധം സംഭവിക്കുന്നത്. മണ്ടത്തരത്തിന്റെ റാണിയാണ് അവള്. ഇപ്പൊ അത് മാറി. ഞാൻ പറഞ്ഞില്ല, അല്പ കാര്യങ്ങളൊക്കെ ഉള്ളെന്ന് പറഞ്ഞ പോലെ എനിക്ക് എന്നെക്കാളും ബുദ്ധി നിനക്കൊണ്ടോന്നൊരു തോന്നൽ അവൾക്ക് ഇപ്പോൾ ഉണ്ട്. അവൾ ഒരു ദിവസം എൻ്റെ അമ്മയോട് പറഞ്ഞു, സിദ്ധിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഫോണിന്റെ കാര്യം. അത് മഞ്ചമ്മയുടെ അമ്മ അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അവൾ ഒരു ദിവസം പറഞ്ഞു, ഞങ്ങൾക്ക് 2നും മൊബൈലുണ്ട്. അപ്പോൾ അമ്മ ഞങ്ങളെ ലൊക്കേഷനിലൊക്കെ വിളിക്കുമ്പോൾ ഇവള് ചോദിച്ചു, അമ്മ പറഞ്ഞു, ഞാനേ പൊടിമോളെയും മിനിമോളെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ചോദിച്ചു, അമ്മ എന്നെ എന്താ വിളിക്കാത്തത്? അമ്മ പറഞ്ഞു, നിങ്ങൾ ലൊക്കേഷനിലല്ലേ മക്കളെ, നിനക്ക് മൊബൈൽ ഇല്ലല്ലോ, പിന്നെ അമ്മ എങ്ങനെ സ്പോട്ടിൽ വിളിക്കും? ഇല്ല, അന്ന് മൊബൈലില്ല. അപ്പൊ എന്തുകൊണ്ട് വിളിക്കും എന്ന് ചോദിച്ചപ്പോൾ, അല്ല എന്നാലും അമ്മ മക്കളെ എനിക്ക് വായിട്ടലയ്ക്കാൻ വയ്യ നിന്റെ കൂടെ, നിനക്കില്ലല്ലോ മൊബൈൽ എന്ന് വെച്ചപ്പോൾ അവൾ അമ്മയോട് ചോദിക്കാം, എനിക്കല്ലേ മൊബൈൽ ഇല്ലാതുള്ളൂ, അമ്മയുടെ ഈ മൊബൈൽ ഇല്ലേന്ന്. ആലോചിച്ചു അത് എന്തർത്ഥത്തിൽ അവൾ പറഞ്ഞു നിന്നും അറിയില്ല. പിന്നെ അവൾ പറഞ്ഞാണ് ട്രെയിനിലെ കാര്യം. ട്രെയിനിൽ അമ്മ, ഈ ട്രെയിനിൽ നമ്മൾ വരുമ്പോൾ ട്രെയിനിലെ ബാത്റൂമിലെല്ലാം അശ്ലീലം എഴുതി വെച്ചിരിക്കുന്നു. ഇത് എന്ത് മാർഗം ഇത് കണ്ടു? ഞങ്ങളൊക്കെ കൂലങ്കക്ഷമായി ചിന്തിക്കുക, എന്ത് ചെയ്യാം? അതെ, ആരാണ് ഇത് ചെയ്തത്? അല്ലെങ്കിൽ പോലീസിൽ അറിയിക്കണം. കുറേ ദൂരം കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ബെസ്റ്റ്, ഇന്നാള് 3 കൊല്ലം മുമ്പ് ഒരു ബെസ്റ്റ് ഒരു ഐഡിയ കിട്ടി. എന്തോന്ന് ഐഡിയ? ട്രെയിനിൻ്റെ ബാത്റൂമിൽ ക്യാമറ വെച്ചാൽ മതി, കുഞ്ഞി ക്യാമറ കിട്ടും, അത് ഫിക്സ് ചെയ്താൽ മതി. എനിക്ക് ഒരു സെക്കൻഡ് ഈ മണ്ടത്തീരോട് കൂടി ഞാനും മണ്ടിയായി. ഒരു സെക്കൻഡ് ഞാൻ, ശരിയാണല്ലോ, ബാത്റൂമിൽ ക്യാമറ വെച്ചാൽ അറിയത്തില്ലോ. എൻ്റെ അമ്മ, നിങ്ങൾ എന്തിനാണ് ഈ ബാത്റൂമിൽ കയറി പോകുന്നത്? നമ്മൾ നമ്മുടെ ആവശ്യത്തിന്. പിന്നെ ക്യാമറ മേളിൽ ഇരുത്തിയെന്ന് വെച്ചിട്ട് പിന്നെ അത് കാണൂലേ, ക്യാമറയെ കൂടെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് മറ്റുള്ളവർ. അപ്പോഴാണ് ഞങ്ങൾക്ക് നേരെയായത്. പറഞ്ഞു വന്നപ്പോഴാണ് നമ്മൾ മലയാളിയുടെ ഒരു ദുശ്ശീലമാണത്. ഈ നമുക്ക് ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനത്ത് കൂടി പോകുന്ന ട്രെയിനുകളാണ് നമ്മുടെ നാട്ടിൽ വരുന്ന ട്രെയിനുകൾ. നമ്മുടെ ടോയ്ലറ്റുകളിൽ ഈ അശ്ലീലം എഴുതി വെച്ചിരിക്കുന്ന ആന്ധ്ര കടന്നു വരുന്ന ട്രെയിനാണ്, ഹിന്ദി മേഖല കടന്നു വരുന്ന ട്രെയിനാണ്, തമിഴ്നാട് കടന്നു വരുന്ന ട്രെയിനാണ്. ഈ ബാത്റൂമുകളിൽ ഒന്നും തമിഴിലോ ഹിന്ദിയിലോ തെലുങ്കിലോ കന്നഡത്തിലോ തെറി എഴുതി വെച്ചിട്ടുണ്ടാവില്ല, മലയാളത്തിലും മാത്രമേ ഉണ്ടാവൂ. ഇത് ഞരമ്പാണെന്നാണ് തോന്നുന്നത് സാർ. കാരണം ഇതുകൊണ്ട് എന്താണ് ഒരു ഏറ്റവും ബുദ്ധി കൂടിയ സ്റ്റേറ്റ് കേരളം. അതിന്റെ കുഴപ്പം അല്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഞങ്ങൾ റിസർച്ച് ചെയ്തു എന്നുള്ള മറ്റു ഭാഷക്കാർ അറിയണ്ടേ? ഇത് മലയാളം വായിക്കാൻ മറ്റു ഭാഷക്കാർക്ക് അറിയില്ല. പടങ്ങളുണ്ടല്ലോ, ഭാഷയോടാത്തവർക്ക് പടങ്ങളുണ്ട്, മലയാളികൾക്ക് തന്നെ വായിക്കാൻ മലയാളം. അതാണ് അതിന്റെ റിസർച്ചാണ് ഇപ്പോൾ എല്ലാവർക്കും. ഇന്നെങ്കിലും ഒരു 4 തലയും ഒരു 8 താടിയും കിട്ടിയാൽ മതിയായിരുന്നു. ഇന്നത്തെ കാര്യങ്ങൾ ചിട്ടിക്കാരൻ വരുമ്പോഴത്തേക്കും ചേട്ടോ ഒന്ന് ഷേവ് ചെയ്യണല്ലോ കേട്ടോ. ഇരിക്കുവാനെ എങ്ങോട്ടാ രാവിലെ ഒരു ഇന്റർവ്യൂ ഉണ്ട് കേട്ടോ. ഇന്റർവ്യൂ എവിടെയാ? അതങ്ങ് കോഴിക്കോടാ. ഒന്ന് ഉഷാറായിക്കോട്ടെ. ആയിക്കോട്ടെ.
ചന്ദ്രോ തിരക്കാണോടാ? അയ്യോ ഒരു മിനിറ്റ്, തുണി ഇടാൻ മറന്നു ചേട്ടാ. ടെൻഷന്റെ പുറത്തൊരു താടി കിട്ടി, ഇപ്പൊ തുണി ഇടാൻ മറന്നുപോയി. അല്ല തുണി ഇടണ്ട, കിടക്കാണോ? എടാ, എനിക്ക് അത്യാവശ്യമായിട്ടേ ആ ഭാസ്കരൻ ചേട്ടന്റെ വീട് വരെ ഒന്ന് പോണം. ഒന്ന് അയ്യോ ഞാൻ തുടങ്ങിയില്ല കേട്ടോ, ഇത് തുടങ്ങിപ്പോയല്ലോ. കുഴപ്പമില്ല മോനെ, നിനക്ക് തിരക്കില്ലെങ്കിൽ ഒന്ന് മാറടാ. എനിക്ക് വലിയ തിരക്കാണ് ചേട്ടാ. ഇന്റർവ്യൂവിന് പോകണം. അത്യാവശ്യമായിട്ട് ഞാൻ മെമ്പറല്ലടാ. എനിക്ക് ഇന്റർവ്യൂവിന് പോകണം ചേട്ടാ. എടാ ഇന്റർവ്യൂവിന് പോകാൻ നിനക്ക് അതിന് വേണ്ടി ഇത് നല്ല ഗ്ലാമറിൽ ഇരിക്കണല്ലോ. ഒരു മിനിറ്റ് മോനെ ഒന്ന് ഇറങ്ങിയതാ, ഇറങ്ങി ചേട്ടാ. ഇതിന് നല്ല ചേരാതെ അവിടെ ഒറ്റ മിനിറ്റ്, ഒരു മിനിറ്റ് ഇരുന്നാൽ മതി കേട്ടോ. ഇരിക്കും, ഇത് കഴിയട്ടെ, ഇത് കഴിഞ്ഞിട്ട് ചെയ്യാന്ന്. ചേട്ടാ ഞാൻ ഇതിലും വലിയ ബാർബർ ഷോപ്പ് വേറെ ഉണ്ടോ നോക്കട്ടെ. എനിക്ക് വേണ്ട നിങ്ങളെ ഇപ്പോഴത്തെ പിള്ളേരോടൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഒടുക്കത്തെ ചാടയാണ് പിള്ളേർ. കോട്ട മെമ്പറെ ഒരെണ്ണം പോയാൽ എനിക്ക് അടുത്ത പണി വരും എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. എന്താ എന്താ ചെയ്യാൻ പോണേ? ഷെവി ഉണ്ട്? ഇല്ലടാ, ഈ മൂക്കിലെ 2 രോമം അതൊന്ന് വെട്ടിക്കളയാ. മൂക്കിലെ 2 രോമോടെ? ഈ മൂക്കിൽ 2 രോമം വെട്ടങ്ങാൻ വേണ്ടിയാണോ നന്നായിട്ടൊരു പണി വന്നത് തന്നെ ഇറക്കി വിട്ടത്? ആ എടാ ഇത് എവിടെ നിന്ന് നോക്കിയാലും കാണാന്നേ, ഭയങ്കര ഇറിറ്റേഷൻ. ഇന്നൊരു കാര്യം ചെയ്താൽ മൂക്കിൽ പഞ്ഞി വെച്ചാൽ മതി. ചന്ദ്ര, നീ ഇന്നലെ പഞ്ചായത്തിൽ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. നാട്ടുകാർ മുഴുവനും പറയണത് നിനക്ക് ഭ്രാന്താണെന്ന്. അതൊക്കെ ആൾക്കാർ പറയുമോ അതങ്ങനെ? ഈ നാട്ടിലൊരു നല്ലത് സംസാരിച്ച അവൻ എപ്പോഴും ഭ്രാന്തനാവും, വൃത്തികെട്ടവനാവും. ഇന്നലെ ഞാൻ ഗ്രാമസഭയ്ക്ക് പോയി. മെമ്പർ കേക്ക്, ഗ്രാമസഭയ്ക്ക് വന്നപ്പോണ്ടല്ലോ, അവിടെ എല്ലാവരും കൂടെ കൂടി പറഞ്ഞ് നാടിന് ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. നമ്മുടെ നാടിനുള്ള ആവശ്യമുള്ള കാര്യം വന്നപ്പോൾ ഒരു കുഞ്ഞും മിണ്ടാനില്ല. അവസാനം ഞാൻ പറഞ്ഞു നമ്മുടെ നാട്ടിൽ ആവശ്യമുള്ള സാധനം കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഈ എൻ്റെ ആവശ്യം പറഞ്ഞോടുകൂടി ആൾക്കാർ എന്നെ പറയും അവന് ഭ്രാന്താണ്. എന്താ നീ പറഞ്ഞേ? ആവശ്യം എന്താ പറഞ്ഞേ? മെട്രോ കൊണ്ടുവരണം എന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിൽ. മെട്രോയാ? എവിടെ? നമ്മുടെ ഈ നാട്ടിൽ അടിമാലിയിലാ? എടാ 437 ബസ്സും ഒരു ജംഗ്ഷനുള്ള ഈ അടിമാലിയിൽ മെട്രോ വരെ? അല്ല, മെട്രോ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സുഖമാണല്ലോ. നമുക്ക് പറയാലോ നമ്മുടെ നാട്ടിൽ മെട്രോ ഉണ്ടെന്ന്. എടാ മെട്രോ എന്താണെന്ന് നിനക്കറിയാമോ? മെട്രോ എന്ന് പറഞ്ഞാൽ മെട്രോ എന്ന് പറഞ്ഞാൽ മെട്രോ. എടാ മെട്രോ നീ കണ്ടിട്ടുണ്ടാ? കാണാനല്ലേ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. ഇവിടെ കൊണ്ടുവരാതെ ഞാനിങ്ങനെ കാണാൻ. എടാ അത് എൻ്റെ ചന്ദ്ര, അത് ഭയങ്കര തിരക്കുള്ള പട്ടണത്തിൽ ട്രാഫിക് ജാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെട്രോ ഉള്ളത്. ഇപ്പോൾ കൊച്ചിയിലുണ്ട്. നമ്മളെ ടൗണിൽ തിരക്കാവട്ടെ, അപ്പൊ നമുക്ക് കൊണ്ടുവരാം. ഞാൻ കൊണ്ടുവരല്ലേ മെമ്പർ? നമ്മുടെ നാട്ടിൽ ആരാണ് ആവശ്യമില്ലാത്ത പേര് വിളിച്ച് കളിയാക്കണേ? നിനക്ക് പറ്റിയ പേരടാ. നമ്മുടെ മരുമോനാണല്ലോ. എടാ നിന്റെ ചേട്ടൻ സുബീഷിന്റെ കല്യാണം എന്തായി എന്ന് പറഞ്ഞ എന്തായി? ആ കല്യാണം ഉറപ്പിച്ച്. ചേട്ടന്റെ കല്യാണം ഉറപ്പിച്ച്? നിന്റെ കാര്യം എന്തായി? എന്റെ ഇന്നലെ നിശ്ചയമായിരുന്നു. ആണോ? ഞാൻ അറിഞ്ഞില്ല. എവിടെന്നാ പെണ്ണ്? പെണ്ണൊന്നുമില്ല. പെണ്ണില്ലാതെ നിശ്ചയോ? ഞാൻ കല്യാണം കഴിക്കണമെന്ന് വേണ്ടെന്നോ വീട്ടുകാർ നിശ്ചയിച്ച ദിവസം. അത് ശരി, കല്യാണം കഴിക്കാൻ വേണ്ടെന്ന് വീട്ടുകാർ നിശ്ചയിച്ച ദിവസം. നീ ഇപ്പൊ വന്നേന്നാ? എന്നെ ഒന്ന് സുന്ദരനാക്കണം. എടാ അവന്റെ ആഗ്രഹമല്ല, ആക്കി കൊടുക്കണം. എവറസ്റ്റ് കൊണ്ട് കയറാൻ പറഞ്ഞാൽ ഞാൻ കയറാം. നിന്നെ സുന്ദരനാക്കണ കാര്യത്തിൽ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ആട്ടെ, എത്രത്തോളം സുന്ദരനാക്കണം? ഇപ്പൊ പെണ്ണുങ്ങൾക്കൊക്കെ ഷാരൂഖ് ഖാനല്ലേ ഇഷ്ടം. എന്നെ ഷാരൂഖ് ഖാനെ പോലെ നാക്കിയാൽ മതി. ഷാരൂഖ് ഖാൻ ഇച്ചിരോടെ താഴോട്ട് വന്നാലോ മോനെ? സൽമാൻ ഖാൻ ഇച്ചിരോടെ. അനിൽ കപൂർ ആക്കാവോ? ഇവിടെ ഒരു കപൂർ മുഖം വെച്ചോട്ട് നിന്നെ ഇങ്ങനെയൊക്കെ ആക്കാൻ എന്നെ കണ്ട് പറ്റുമോ? നീ ഒന്ന് നോക്കാം കൂടെ. ആദ്യം നിന്നെ ഒരു മനുഷ്യക്കോലാക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. എന്താ തലയൊന്ന് ഫ്രീക്ക് ചെയ്ത്? തല ഫ്രീക്ക്. എടാ ഇന്നലെ നീ മെക്കാട് പണിക്ക് പോയായിരുന്നു? പോയായിരുന്നു. ഒരു ചട്ടി സിമെന്റ് ആണല്ലോ തലയിരിക്കുന്നത്. 50 ചാക്കിന്റെ വാർക്കയായിരുന്നു. 50 ചാക്കിന്റെ വാർക്ക. സമയം കിട്ടിയില്ല. കുളിക്കാൻ സമയം കിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യും, ആദ്യം ഒന്നും കുതിരട്ടെ, എന്നിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. അവിടെ ഇരിക്കും. എടാ നീ മാമനും മോൻ കൂടി എടാ ഇതൊന്നും പഠിക്കണടാ. എനിക്ക് പോണടാ. എടുക്കാന്ന് മെമ്പർ അങ്ങോട്ട് തിരക്ക് പിടിച്ചു. എനിക്ക് നമ്മുടെ ഭാസ്കരൻ ചേട്ടൻ്റെ വീട് നമ്മുടെ സുഭാഷിന്റെ കല്യാണം നിശ്ചയമായിരുന്നല്ലേ ഇന്നലെ? ഇവനും നടക്കണ്ട പെണ്ണ് കാണാൻ. എവിടെയെങ്കിലും ഓക്കെ ആവണ്ടോ? സുഭാഷ് എന്നെക്കാട്ട് 20 വയസ്സിന് ഇളയതാ. അവന്റെ കല്യാണം നടന്നല്ലോ. സുഭാഷ്, ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി റെഡി ആവായിരുന്നടാ. ഞാൻ ഇപ്പൊ തന്നെ വരാം അങ്ങോട്ട്. ഞാൻ അപ്പുറം പോയിട്ടേ നമ്മള് വണ്ടി വിളിച്ചോണ്ട് വരും. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോണം. നമുക്കതാ നീ ഒരു കാര്യം ചെയ്യും, അവിടെ നിൽക്കും. ഞാൻ ഇപ്പൊ വരാം. അച്ഛനുണ്ടല്ലോ. നീ അവിടെ നിൽക്കും. ഞാൻ ഇപ്പൊ ഞാൻ വിളിക്കാട്ടാ. ഓരോ ആമ്പിള്ളേരെ കല്യാണം നടക്കണോ? ഇത് നീ പെണ്ണും കണ്ട് ഇങ്ങനെ നടന്നോ? മാമനൊരു ഉത്തരവാദിത്വം ഇല്ലോ. എന്നാ ഉത്തരവാദിത്വം? കെട്ടിക്കണമെന്ന്. എന്നാ ഉത്തരവാദിത്വം? എന്താ പറഞ്ഞാല് എടാ നീ അവന്റെ മാമനല്ലേ, നിന്റെ പെങ്ങടെ മോനല്ലേ. നീ നാട്ടുകാരുടെ മുഴുവനും കാര്യം നോക്കി നടക്കണ്ടല്ലോ. അവനൊരു പെണ്ണ് കെട്ടിച്ചു കൊടുത്താ എന്താ? മെമ്പർ എന്നാ ഓർത്തേ ഞാൻ ഇവനെ പെണ്ണ് കാണാൻ കൊണ്ടുപോയില്ല. ഇവനെ ആദ്യം പെണ്ണ് കാണാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഞാൻ അറിയാവോ? ഇവനെ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു പെണ്ണ് കാണാൻ കൊണ്ടുപോയി. നിങ്ങൾ കേക്ക്. കാഞ്ഞിരപ്പള്ളി പെണ്ണ് കാണാൻ പോയി. പെണ്ണ് ബാംഗ്ലൂർ പഠിക്കുന്ന പെൺകൊച്ചു പറഞ്ഞു അപ്പനും അമ്മയും സമ്മതിച്ചു കഴിഞ്ഞാൽ ആ കല്യാണം നമുക്ക് നടത്താം, ഏത് ചെറുക്കനാണെങ്കിലും കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവനെ കണ്ട് ചെന്നിരുന്ന് പെണ്ണ് കാണാൻ ഇരിക്കുന്നു. പെണ്ണ് വന്നൊരു ചായ എങ്ങനെ കൊണ്ടുവന്ന് അങ്ങ് കൊടുക്കുന്നു. പെണ്ണ് ഇവന്റെ നാണത്തോടു കൂടി ഇവന്റെ
മുഖത്തേക്കൊന്ന് നോക്കി. ഞാൻ പറഞ്ഞു പെണ്ണും ചെറുക്കനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാൻ. ആ പെണ്ണ് ഒറ്റ വാക്കാ പറഞ്ഞത്, എന്നെ എല്ലാവരും കൂടി ഒന്ന് കൊന്നു തരാമോ. ഇതിലും ഭേദം അതാണെന്ന്. പിന്നെ ഇതുപോലെ തന്നെ മുണ്ടക്കയത്തി ഞാനൊരു പെണ്ണ് കാണാൻ കൊണ്ടുപോയി. ഷേർലി ഓർമ്മയുണ്ട്. കേരളത്തിലെ പെണ്ണുങ്ങളെല്ലാം വേറെ ഓർമ്മയുണ്ട്. ഇങ്ങനെ മുണ്ടക്കയത്ത് പെണ്ണ് കാണാൻ പോയപ്പോൾ ആ പെണ്ണിനെ ചെന്ന് കണ്ടു. ഇതുപോലെ തന്നെ ആ പെണ്ണ് വന്ന് ചായ കൊടുത്തു. ചായ കൊടുത്തിട്ട് പിന്നെ മുഖത്തേക്ക് നോക്കി. നല്ല ഒതുക്കമുള്ള പെണ്ണ്. അതുകൊണ്ട് ആ പെണ്ണ് ഒരു ഒറ്റ അക്ഷരം മിണ്ടി നേരെ അകത്തേക്ക് പോയി. അമ്മ അപ്പനെ അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് വിവരം പറയാമെന്ന്. മടിച്ചാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാനങ്ങോട്ട് ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞെന്നറിയോ, അവർക്കൊരൊറ്റ മോളായിരുന്നു. ഇവനന്ന് പെണ്ണ് കാണാൻ ചെന്ന് അന്ന് ആ പെണ്ണൊരു തീരുമാനം എടുത്തിന് കല്യാണം കഴിക്കുന്നത് മടത്തിൽ ചേർന്ന് കന്യാസ്ത്രീ ആവാണ്. ഇതിലും ഭേദം അതാണ്. ഇതൊക്കെയാണ് ഇതിന്റെ സംഭവം. പിന്നെ ഞാൻ നേരിട്ട് ഇവനെ പെണ്ണ് കാണാൻ കൊണ്ടുപോയില്ല. എന്റെ ചന്ദ്ര ഇവരുടെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും പറ. ഇവന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല. കയ്യും കാലും കെട്ടി ഏതെങ്കിലും അമ്മത്തൊട്ടിൽ കുണിന്നിടുക. അവര് തീരുമാനിക്കും എന്ത് ചെയ്യണമെന്ന്. അത് ശരിയാ. നമ്മുടെ പഞ്ചായത്തിനൊരു പദ്ധതി ഉണ്ട് അമ്മത്തൊട്ടിലിന്റെ. നിന്നെ വെച്ചിട്ട് ഉദ്ഘാടനം ചെയ്യടാ. നിന്നെ അവിടെ കയ്യും കാലം കെട്ടിക്കൊണ്ട് ഇടാന്ന്. അപ്പൊ പെണ്ണ് കിട്ടുമോ? ആരെങ്കിലും തൊട്ടി വന്ന് കിടക്കുവോ? മെമ്പറേ ഈ പോകണമെന്ന് അച്ഛനെ നോക്കി. എടാ ഞാനൊന്ന് റെഡി ആയിക്കോട്ടെ. നീ എന്തൊരു ഉത്സാഹം ഇതൊക്കെ പറഞ്ഞാലും പെണ്ണെവിടാ തലയോലപ്പറമ്പ്. തലയോലപ്പറമ്പല്ല എന്നെ അമ്മാവന്റെ വീട്. ഞാനവിടെ കുറച്ചുകൂടെ കടയിൽ നോക്കിയാണല്ലോ. ഇവന്റെ അമ്മാവന്റെ വീട്. ഞാൻ ആ കാര്യം വിട്ടുപോട്ടെ പോയപ്പോ. തലയോലപ്പറമ്പിൽ എവിടെയാ? തലയോലപ്പറമ്പ് ആ സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെ. സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടലിലടാ, അമ്മണീസ്. അമ്മണീസ് ഹോട്ടല്. അമ്മണീസിലെ മറ്റേ നാരായണ ചേട്ടനല്ല, ജനാർദ്ദൻ ചേട്ടൻ എത്രാമത്തെ പെണ്ണ്? രണ്ടാമത്തോള്. മുദ്രങ്ങ് വന്ന് അവനത് കുറിച്ചെടുക്കുവാണല്ലോ. അവനത് കുറിച്ചെടുക്കുവാണല്ലോ. എടാ അത് ഉറപ്പിച്ച കേസാ. ഉറപ്പിച്ചെങ്കിൽ നിങ്ങൾ ശരിക്കും അന്വേഷിച്ചായിരുന്നോ അത്? ഈ കേസ് അന്വേഷിച്ചാൽ അവിടെ പോയി അവരുടെ സിറ്റുവേഷൻ ഒക്കെ അന്വേഷിച്ചായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പർ സുരേഷ് എന്റെ ഫ്രണ്ടാ. അവൻ വഴി അന്വേഷിച്ചിട്ടാ. അങ്ങനെ ആയിക്കോട്ടെ, അന്വേഷിച്ചിട്ടാണല്ലോ അല്ലേ? അന്വേഷിച്ചിട്ടാ. അങ്ങനെയാണെങ്കിൽ ഉറപ്പിച്ചല്ലോ. പിന്നെ ഉറപ്പിച്ച് കല്യാണം നിശ്ചയമല്ലായിരുന്നു. നിശ്ചയമാണെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ട് തരില്ല. ഇല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു. എന്താ പൗഡറൊക്കെ എടുത്ത് എടാ ഒന്ന് പോയി ഇരുന്നടാ ഇവിടെ. ഓ ശല്യമാണല്ലോ എടാ. എന്താ നീ കാര്യം പറ. വേറൊന്നുമില്ല. അവിടെ ചെന്നപ്പോൾ വല്ല റെയ്ഡിന്റെ കാര്യം വല്ലതും പറഞ്ഞായിരുന്നു. റെയ്ഡ് പിടിച്ച് വല്ല ഒരു നാണക്കേട് അവിടെ ആൾക്കാരൊക്കെ അറിഞ്ഞ അങ്ങനെ വല്ല സംഭവം അറിഞ്ഞോ? ഇല്ല, അങ്ങനെയൊന്നും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. ഒന്നവർക്ക് അറിഞ്ഞില്ല കുഴപ്പമില്ല. എടാ ഞാൻ ഈ വാർഡിലെ മെമ്പറാ. ഞാൻ ആ ചെറുക്കനെ കൊണ്ട് കുറുക്കി പെടുത്താൻ പറ്റും. എത്ര വർഷമായിട്ട് നമ്മൾ തമ്മിൽ ബന്ധമുള്ള. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ തുറന്ന് പറ. എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പറയണ്ട. ഇങ്ങനെ ഇവിടെ ഒരു റെയ്ഡ് നടക്കുമോ, ആൾക്കാരെല്ലാം വന്ന് ഓടുവോ, പിന്നെ ഈ പെണ്ണും അച്ഛനും അമ്മയും എല്ലാം കൂടെ പ്രശ്നമുണ്ട്. ശരിയാവൂല. എന്താണ്? എടാ ഈ കല്യാണം നടത്തിയ ശരിയാവൂലെന്ന്. എന്തൊന്നും കല്യാണം നടത്താൻ ഞാൻ ഇഷ്ടപ്പെട്ടു പോലും. ഞാൻ എടാ നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാടാ. എടാ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അനാശാസ്യത്തിന്റെ റെയ്ഡിൽ അറസ്റ്റ് ചെയ്ത പെണ്ണാണ്. അതിന് പോയി കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തന്തേനെ ഞാനൊന്ന് പോയി കാണട്ടെ. ചന്ദ്ര, ഞാൻ ആ തന്തേനെ അടുത്ത് ഒന്ന് പോയി ചോദിച്ചിട്ട് എടാ ആ തന്ത ഉണ്ടല്ലോ. അല്ല അത് വിട്ടുകളന്ന്. അത് വിട്ടുകളാ. ആ തന്തയുടെ അടുത്ത് ഞാൻ പോയി ചോദിച്ചിട്ട് തന്നെ എന്തോ ഈ ജോയി അല്ലേ പറയുന്നത്? ഓക്കെ ഓക്കെ. ചന്ദ്ര, നിന്റെ ആ ലോണിന്റെ കാര്യം ഞാൻ മാനേരെ കണ്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. റെഡിയാക്കിയിട്ടുണ്ടല്ലേ? എത്ര പെട്ടെന്ന് അപേക്ഷ ഒന്ന് പൂരിപ്പിച്ചാൽ കൊടുത്താൽ. എല്ലാവരും പറയും കമ്മീഷൻ ചെയ്തെന്ന് പറഞ്ഞാൽ കമ്മീഷൻ വാങ്ങിക്കാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തു തരത്തില്ലെന്ന്. ഈ പ്രാവശ്യം എനിക്ക് വിശ്വാസമായി എന്റെ കാര്യം നടത്തി തരുമെന്ന്. ഏടാ ഈ ജോയി എന്ന് പറഞ്ഞ ആരാ? ഈ കേരള സംസ്ഥാനത്ത് ഏത് ഉദ്യോഗസ്ഥനുടെ എന്ത് കാര്യം നടത്തണം ഈ ജോയിയോട് പറഞ്ഞാൽ മതി. പക്ഷെ കമ്മീഷൻ തരണം. കമ്മീഷനൊക്കെ തരാം. എന്റെ കാര്യം എന്തായി? ഈ അപേക്ഷ പൂരിപ്പിച്ചു കൊടുത്തു. എത്രയും പെട്ടെന്ന് കാര്യം ടക്കേന്നാക്കി. ആയിക്കോട്ടെ. അപ്പൊ ഈ സെക്യൂരിറ്റി എന്നാ കൊടുക്കും? സെക്യൂരിറ്റി എന്നാ കൊടുക്കുന്നു? പുള്ളിയോട് ചോദിക്കേണ്ടി വരും. ആരോട്? സെക്യൂരിറ്റി കൊടുക്കും. എടാ അതല്ല, ലോൺ കിട്ടുന്ന പ്രോപ്പർട്ടി കൊടുക്കണം. ഒരു ലോൺ കിട്ടാൻ വേണ്ടി പ്രോപ്പർ ഒരു ടീ മാത്രമല്ല 2 ബോണ്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ. അത് കുഴപ്പമില്ല, നിസ്സാര കേസല്ലേ ഉള്ളൂ. എടാ അതല്ല, ബാങ്കിന് ഈട് കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്. ഈ സാധനത്തിന് ഈട് കൊടുത്താൽ മതിയോ? ഇത് പറ്റുമോ? എടാ നിന്റെ പേര് വസ്തു വല്ലതും ഉണ്ടോ? എന്റെ പേരിൽ നിന്നെ ലോണിന് പോലും വേണ്ട, മാറിക്കോട്. അതെ, വസ്തു ഉണ്ടോന്ന് വെച്ചാൽ 10 സെന്റ് കിടപ്പുണ്ട്, അത് മതിയോ? അത് മതി. അതിന്റെ ആധാരം ബാങ്കിന് കൊടുക്കണം. അത് കൊടുക്കാമല്ലോ. എന്നാ അത് പൂരിപ്പിക്കാം. പൂരിപ്പിക്കാം. വേണ്ട, നീ കുത്തി വരയ്ക്കണ്ട. അത് ഞാൻ നേരെ ഞാൻ പറഞ്ഞു. പേര് പറഞ്ഞു. പേര് ചന്ദ്രൻ. എടാ ഇനിഷ്യൽ കൂട്ടി പറ. ഇനിഷ്യൽ ചന്ദ്രൻ. ഓ
ഇടാ നിന്റെ പേരിന്റെ കൂടെ കീക്കീന്നോ പീക്കീന്നോ അങ്ങനെ വല്ലതും ഉണ്ടോ പറയാനാ പറഞ്ഞത്? പീക്കും പീക്കൊന്നുമില്ല. പുത്തമ്പുരക്കൽ ചന്ദ്രൻ. ചന്ദ്രൻ പുത്തമ്പരയ്ക്കൽ. വയസ്സ് 42. 42. അച്ഛന്റെ പേര്? എന്തോ? അച്ഛന്റെ പേര്? അച്ഛൻ്റെ പേര് തന്നെയാണോ ഇത്? പിന്നെ എന്നാ അമ്മയുടെ പേര് പറ്റില്ല. എടാ അച്ഛന്റെ പേരാ ചോദിച്ചേക്കുന്നേ. കുഴപ്പിക്കണത് ചോദിച്ചാണല്ലോ സാർ. ബാക്കി എല്ലാ കളവും കറക്റ്റായിരുന്നു. ഇത് വന്നപ്പം കളം വെട്ടിക്കളി ശരിയായില്ല. അമ്മേ അമ്മേ ഇവിടെ ആ ലോണിൻ്റെ അവർ വന്നിട്ടുണ്ടായിരുന്നു. അത് പൂരിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ എല്ലാം പൂരിപ്പിച്ചേ. പേരും വീട്ടുകാരൊക്കെ പറഞ്ഞിപ്പം ഒരു ചെറിയൊരു പ്രശ്നം. അപ്പൻ്റെ പേര് ചോദിക്കേണ്ടി വരും. നോർത്ത് പറയാവോ? എൻ്റെ അതാ ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരുമ്പോൾ ആവശ്യം വരും. അതാ ഈ ഓർത്ത് വയ്ക്കുന്ന അന്ന് പോലെ ഞാൻ പറയണത്. ഇപ്പം ഇപ്പം ചോദിച്ചപ്പോൾ ഞാൻ കുടുങ്ങിയില്ലേ? എന്നാന്ന് അതങ്ങ് പറഞ്ഞ ബാബു 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 ഞാൻ എഴുതില്ല. എന്നാ രവീന്ദ്രനോ? ആദ്യം ബാബു മാറിപ്പോയത്. മാറിപ്പോയ രവീന്ദ്രൻ എഴുതിക്കും. ബാബു ആണോ രവീന്ദ്രൻ? രവീന്ദ്രനല്ലേ അമ്മേ? എഴുതല്ലേ? എന്താ കബീറോ? ഞാനിതാ പറഞ്ഞത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി വല്ല ഡയറിയിൽ എവിടെയെങ്കിലും എഴുതി വെക്കാൻ പറഞ്ഞ. പേനയിൽ ഒരു കരിക്കട്ടെടുത്ത ഭിത്തിയിൽ എഴുതി വെക്കണം. എന്നതാ ഇപ്പം എൻ്റെ ഒരു കാര്യം വന്നപ്പോൾ ഇപ്പോൾ നിങ്ങളൊന്ന് തീരുമാനിച്ച് പറഞ്ഞേ. നല്ല പേര് നോക്കി ഞാൻ പറയാൻ പറഞ്ഞാൽ ഞാനങ്ങനെ നല്ല നോക്കി പറ അവിടെ. ഇനി എനിക്കൊന്നും അറിയണ്ട, പറഞ്ഞേ. ഒന്നുമില്ല, കുഞ്ഞുമോൻ. നീ എന്നാ ജാഥയ്ക്ക് ആളിനെ കൂട്ടുവാണോ? നിന്റെ അച്ഛൻ്റെ പേരാ ചോദിച്ചത്. അതാ ഞാൻ ഈ ഞാൻ 100 വട്ടം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ വരും, അന്നേരം പറയാനായിട്ടുള്ള കേസാണെന്ന് ഞാൻ പറഞ്ഞത്. കുഞ്ഞുമോൻ തങ്കച്ചനോ? ഞാനങ്ങോട്ട് വരട്ടെ, ഞാൻ വരുമ്പോൾ ഞാൻ ശരിയാക്കാം. ഞാൻ തങ്കച്ചൻ ആദ്യം ഒരു ബാബു എന്ന് പറഞ്ഞു, ആദ്യം പറഞ്ഞു കുഞ്ഞുമോൻ, പിന്നെ കബീർ. ഇതെന്നാ മതമൈത്രി എടുത്തോ? അപ്പൻ്റെ പേര് ചോദിച്ചപ്പോൾ ഞാൻ വരട്ടെ ഒന്ന്. സാറൊരു കാര്യം ചെയ്തോ? ഏതെങ്കിലും ഉറപ്പിച്ചോ? സാറൊരു കാര്യം ചെയ്തോ? സാറിൻ്റെ പേരെന്നാ? എൻ്റെ പേര് ജോയി ചാക്കോ. ജോയി ഓക്കെ, ചാക്കോയും ഓക്കെ. അങ്ങനെയാണെങ്കിൽ അത് എഴുതിക്കും. ഇത് നടക്കത്തില്ല, ഇത് ശരിയാവത്തില്ല. എടാ നിനക്ക് ലോൺ കിട്ടാനായിട്ട് നിന്റെ അച്ഛൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് എൻ്റെ പേര് എഴുതാനോ? അത് പറ്റത്തില്ല. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും. ആ തള്ള പറഞ്ഞ നല്ല പേര് നോക്കി ഓർമ്മയിടാനാ. പൃഥ്വിരാജൻ എഴുതിയിട്ട് കമലഹാസൻ്റെ ഒരു ഫോട്ടോ എടുത്തു. അപ്പൊ പേരും ഒരു രസം ഉണ്ടാവും, കാണാനും ഒരു രസം ഉണ്ടാവും. എന്നാണ് നീ പറയുന്നത്? നിന്റെ അച്ഛന്റെ പേര് ചോദിച്ചപ്പോ പൃഥ്വിരാജ, പ്രേം നസീർ, അമിതാഭ് ബച്ചൻ, വേറെ ആരുമില്ലേ? നീ ലോണിനായിട്ട് അങ്ങ് അന്നേരം തീരുമാനിക്കാം. അല്ല അമ്മയ്ക്ക് പറ്റിയ സാറേ എന്ത് കഷ്ടമാണെന്ന് നോക്കിയേ. നീ നോക്കണ്ട. മാമൻ അറിയത്തില്ല അച്ഛന്റെ പേര്. നിനക്കൊക്കെ രണ്ട് അച്ഛന്റെ പേര് പറയാനുണ്ടാവും, എനിക്ക് പോലും പറയാൻ. ഇത്ര നേരമായിട്ട് ഞങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ലേ? അതല്ല ഈ പ്രശ്നം പറഞ്ഞുണ്ടാക്കിയത് ആരാണെന്ന്. പ്രശ്നം പറഞ്ഞുണ്ടാക്കിയത് ഇയാളോ? താനാണ് ഈ പ്രശ്നം പറഞ്ഞുണ്ടാക്കിയത്? എന്നാ പ്രശ്നം പറഞ്ഞുണ്ടാക്കി? നിങ്ങളാണ് പ്രശ്നം പറഞ്ഞുണ്ടാക്കിയത്. എന്ത് പ്രശ്നം? എന്റെ മോളെ റെയ്ഡിൽ പിടിച്ചാണെന്ന് പ്രശ്നം ഉണ്ടാക്കി പറഞ്ഞത് ആരാ? അറിയണോ ഇപ്പൊ എനിക്ക്? ഇവൻ തന്നെ പറയടാ. ഇവിടെ പറയാൻ കാര്യം പറയാൻ. എന്റെ മോളെ റെയ്ഡിൽ പിടിച്ചാണെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയത് ആരാ? നിങ്ങളുടെ മോളെ റെയ്ഡിൽ പിടിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. ചന്ദ്ര എന്റെ കയ്യും കാലും പറക്കണ്ട. ഞാൻ എന്നാ പറഞ്ഞെന്നാ? നീ പറഞ്ഞില്ലടാ റെയ്ഡിന്റെ കാര്യം? റെയ്ഡിന്റെ കാര്യം പറഞ്ഞു. പെണ്ണ് കൊണോന്ന് പറഞ്ഞ കരഞ്ഞെന്ന് പറഞ്ഞില്ലേ? പെണ്ണു കണക്കണാന്ന് കരഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ടല്ല. നിങ്ങൾ എന്നാന്ന് ഓർത്തത്? ഇതാ പറഞ്ഞ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് അത് ശരിക്കും കേൾക്കാതെ പോകരുതെന്ന്. ഇവരുടെ കടയിൽ നല്ല നല്ല ഫുഡല്ല കൊടുക്കണം, പഴകിയ ഫുഡാണ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവിടെ റെയ്ഡ് നടത്തി. ആ സമയത്ത് ആ പെണ്ണും അപ്പനും അമ്മയും കൂടെ നിന്ന് കരഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും അത് അനാശ്വാസമാക്കി മാറ്റിയതും ആ പെണ്ണിനെ റെയ്ഡിൽ പിടിച്ചു ആക്കിയതൊക്കെ മെമ്പറല്ലേ, ഞാനാണോ? അപ്പൊ മെമ്പറാണ് പ്രശ്നക്കാരൻ. അതോ അതെ, എന്താണ് എന്റെ മോളുടെ കാര്യമാണ് കുളമായത്? എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഈ നാട്ടിലൊരു മെമ്പറാണ്. ഞാൻ ഈ നാട്ടുകാരുടെ മുഖത്തെങ്ങനെ നോക്കും? എനിക്കൊരു അബദ്ധം പറ്റിപ്പോ. ഇവൻ റെയ്ഡ് നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച അനാശാസ്യമാണെന്ന്. അങ്ങനെ ഒന്ന് തെറ്റ് പറ്റിപ്പോയത്. എന്റെ പൊന്നു ചേട്ടാ, ശരിക്ക് ഈ നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് ഇനി നടക്കേണ്ടതാണ്, വോട്ട് മേടിക്കേണ്ടതാണ്. മോനെ ഇനി ക്ഷമിച്ചത് പറ്റുന്ന കാര്യം. ഞാൻ ചെന്ന വഴി എന്നാ പെണ്ണിന്റെ കരണക്കുട്ടിക്ക് ഒരു ഒറ്റ എണ്ണം കൊണ്ട് വെച്ചു കൊടുത്തില്ലേ? അത് കല്യാണം കഴിഞ്ഞാലും നീ കൊടുക്കാനുള്ളതല്ല, അത് നേരത്തെ കൊടുത്തു എന്ന് വിചാരിച്ചാൽ പൊന്നു ചേട്ടാ. ഒരു പ്രശ്നമുണ്ട്, പറഞ്ഞ സമയത്ത് തന്നെ ഞങ്ങളുടെ കുടുംബക്കാർ ഇങ്ങനത്തെ വൃത്തികെട്ട ആൾക്കാരൊന്നും അല്ല കേട്ടോ. എനിക്കറിയാം, എനിക്കിപ്പോ പറയരുത്. എന്നെ ഓർത്തൊന്ന് ക്ഷമിക്ക്. കല്യാണം പറഞ്ഞ സമയത്ത് തന്നെ നടക്കണം. ചന്ദ്ര ഒരു മിനിറ്റ്. എന്റെ മെമ്പറെ, ഒരു പെണ്ണിന്റെ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് റെയ്ഡിന്റെ കാര്യം പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല.
എനിക്ക് 3 പെൺപിള്ളേരുള്ള. അങ്ങനെ കല്യാണം പൊളിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കഴിഞ്ഞ മാസം ഈ പെണ്ണ് കുമരകത്ത് ഒരുത്തൻ്റെ കൂടെ പോയത് നാട്ടുകാരിൽ അങ്ങനെ പിടിച്ചു എന്നുള്ള കാര്യം പറഞ്ഞാൽ പോരെ? അത് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. പണ്ട് എൻ്റെ അച്ഛൻ പോക്കുവീൽ എന്ന് പറഞ്ഞ സിനിമ, ശ്രീ ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഹീറോ, എൻ്റെ അച്ഛൻ അതെ അരവിന്ദ് സാറിൻ്റെ. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയായിട്ട് അഭിനയിച്ചത്. അപ്പം ഒരു ഷൂട്ടിങ്ങിന് അവസാനം ഹീറോയ്ക്ക് ഭ്രാന്താണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുക. അപ്പോൾ അതിന് തൃശ്ശൂർ ഒരു വലിയ മാനസിക ആശുപത്രിയിൽ തന്നെ എടുക്കണമെന്ന് അരവിന്ദ് സാറിന് നിർബന്ധമായിരുന്നു. അപ്പോൾ അവിടെ അദ്ദേഹത്തിനെ അഡ്മിറ്റ് ചെയ്യുന്ന സീൻ എടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുകയാണല്ലോ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഓടി ഇങ്ങനെ പോകുന്നു. അവിടെ വന്ന് മോനെ കണ്ടിട്ട് ഓടുന്നതായിട്ട് ഇദ്ദേഹത്തിനൊരു മനസ്സിൻ്റെ ഒരു ഇതെടുക്കുന്നൊരു സീൻ എടുത്തപ്പോൾ, അപ്പോൾ അച്ഛനും ഇവിടെ ഷോട്ടുണ്ട്. അച്ഛനും വന്ന് അവിടെ ഇരുന്നൊരു മരത്തിൻ്റെ മൂട്ടിൽ. അപ്പോൾ ഇരുന്നപ്പോൾ എല്ലാം ഫുൾ മാനസികമായി തെറ്റി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ നോക്കുമ്പോൾ ഒരാൾ ഭൂമി എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു ഏതോ സാരം, വീഴും 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 മാറ മേത്ത് വീഴും. അച്ഛൻ ചോദിച്ചു എന്താ അത്? ഭൂമി എടുത്തോണ്ട് പോവുക സാറേ, ഭൂമി എൻ്റെ കയ്യിലിരിക്കുക, അളിയാ ഒന്ന് പിടികളിയാ, ഒന്ന് താങ്കളിയാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞുകൊണ്ട് വേറൊരാൾ ചിരിയാ, കംപ്ലീറ്റ് ചിരിയോ എന്തെല്ലാം കാണണം. അപ്പോൾ അയാൾക്ക് ഞങ്ങളെയൊക്കെ കണ്ടപ്പോൾ ഒരു കൊമേഡിയൻസ് ആയിട്ട് തോന്നി. അപ്പോൾ അച്ഛൻ അവിടെ ഒരു വലിയ മരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരുന്നപ്പോൾ ഉണ്ട് വെറ്റിലെടുത്തിട്ട് അച്ഛൻ മുറുക്കാനായിട്ട് ഇങ്ങനെ അച്ഛൻ്റെ പെട്ടി ഇങ്ങനെ തുറന്നപ്പോൾ ഉണ്ട് ഒരു സുന്ദരൻ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് അച്ഛൻ്റെ അടുത്ത് നമസ്കാരം ചേട്ടാ എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു നമസ്കാരം. അപ്പം നോക്കിയപ്പോൾ അച്ഛൻ താന് എന്ന് ചോദിച്ചു. അച്ഛൻ ചേട്ടാ ഞാൻ ഇവിടെ പേടിക്കല്ലേ ഏട്ടാ, ഞാൻ ഈ കൂട്ടത്തിൽപ്പെട്ടതൊന്നുമല്ല, ഇവിടുത്തെ സൂപ്രണ്ടൻ്റ് എൻ്റെ ബന്ധുവാണ്, എൻ്റെ ചേട്ടനാണ്, അങ്ങനെ വന്നിരിക്കുകയെന്ന് പറഞ്ഞു. അച്ഛൻ ചോദിച്ചത് എന്ത് ചെയ്യുന്നു, അനിയൻ എന്ത് ചെയ്യുന്നു? അത് ഞാൻ ഇവിടെ ചേട്ടാ ആയുർവേദ കോളേജ് ഹോസ്പിറ്റലിൽ പഠിക്കുകയാണ്, എൻ്റെ 3rd ഇയർ കഴിഞ്ഞു, ഇപ്പം 3ാമത് സംസ്കൃതമൊക്കെ അതൊക്കെ പറഞ്ഞു. സംസ്കൃതമൊക്കെ പഠിക്കണം ചേട്ടാ, ആദ്യം നമ്മൾ 1 ഇയർ അതൊക്കെ ഭയങ്കര ടഫാന്ന് പറഞ്ഞു. അച്ഛൻ മുറുക്കാൻ ഇങ്ങനെ എടുത്തപ്പോൾ ചോദിച്ചു തമിഴ്നാട്ടിലെ വെറ്റിലയാണോ ഏട്ടാ? അച്ഛൻ പറഞ്ഞാതെ കുഞ്ഞുങ്ങളുടെ കൈപ്പൊത്തി പോലത്തെ വെറ്റില ചേട്ടൻ മുറുക്കുമല്ലേ? മുറുക്കും. അച്ഛൻ ചോദിച്ചു വേണോ? ആ ചേട്ടൻ തന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പച്ചമരുന്ന എടുത്തോ എന്ന് പറഞ്ഞു. വെറ്റിലയും ഇതൊക്കെ കയ്യിൽ കൊടുത്തപ്പോൾ എങ്ങനെ ചോദിച്ചു ചേട്ടൻ ഇവിടെ എങ്ങനെ വന്നു എന്ന് ചോദിച്ചു. ദോ ഇരിക്കുന്ന എൻ്റെ മകളാണ്. ആ മകൾ എന്ത് ചെയ്യുന്നു? മകളാണ് ഇതിൽ നായിക. ഓക്കെ, പേര് കൽപ്പന. അതെൻ്റെ വൈഫാണ്. വൈഫ് അഭിനയിക്കുന്നുണ്ടോ? അഭിനയിക്കുന്നുണ്ട്. അത് ശരി. അപ്പോൾ ഇയാൾ വെറ്റിലയുടെ ഞെട്ടൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ചേട്ടൻ ഇപ്പോൾ ഇതിൽ അഭിനയിക്കുന്നുണ്ടോ? ഞാനിതിൽ അഭിനയിക്കുന്നുണ്ട്, സത്യത്തിൽ ഞാനിതിൽ മരിച്ചുപോയി. അതെയോ? മരിച്ചു പോയിട്ട് പിന്നെ ഈ മകൻ്റെ തോന്നലാണ് അങ്ങനെ. അപ്പം അങ്ങനെ ഞാനൊരു ഷോട്ട് എടുക്കാൻ വേണ്ടി വന്നതെന്ന് പറയാൻ ഇയാൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിട്ട് അച്ഛനെ ഇങ്ങനെ നോക്കി. ചേട്ടാ സോറി ചേട്ടാ, ചേട്ടൻ എന്ന് മരിച്ചു? അച്ഛൻ പറഞ്ഞ് അല്ല ഈ സിനിമയിൽ ഇല്ല ഏട്ടാ, ഇല്ല, മരിച്ചുപോയ ഒരാളുടെ കയ്യിൽ നിന്ന് വെറ്റില വാങ്ങിച്ച് തിന്നുന്ന അളവ് പാവിയല്ലേ ഏട്ടാ ഞാൻ? ഈശ്വര എന്തൊരു പൊക്കവും മണ്ണവും സുന്ദരനായൊരു മനുഷ്യൻ, എന്നോ മരിച്ചുപോയൊരു മനുഷ്യൻ എന്നോട് ഇത്രയും വാക്കുകൾ ചേട്ടൻ പറഞ്ഞില്ലേ, എനിക്ക് തന്നില്ലേ, ഇത് തന്നെ നന്ദി, പോട്ടെ ഏട്ടാ ചേട്ടൻ എല്ലാ ആദരാഞ്ജലികളും അർപ്പിച്ചിരിക്കും പറഞ്ഞ അന്ത് ചോടിയപ്പോഴാണ് കണ്ടത് ഇപ്പം കൊണ്ടുവന്നൊരു ഭ്രാന്തനാ, ന്യൂ ഭ്രാന്തനാ. അഡ്മിഷൻ കിട്ടിയിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. അത് ആലോചിച്ച് നോക്കണം സിദ്ദിഖ്. ഞങ്ങളുടെ സെറ്റില് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ വർക്ക് ചെയ്തോണ്ട്, അതായത് ഞങ്ങള് വർക്ക് ചെയ്തോണ്ടിരുന്ന ഒരു സെറ്റില് എന്നും ഓരോ ആർട്ട് ഡയറക്ടറാണ്. ഓരോ ദിവസം ഓരോ നിക്കത്തില്ല, വാഴത്തില്ല. ആർട്ടിലെ പിള്ളേര്, ഡയറക്ടറല്ല, പിള്ളേര് വാഴത്തില്ല. അപ്പൊ എന്നും ഓരോ അറിയില്ല. അതിന്റെ എൻഡിലാണ്, ആ ക്ലൈമാക്സിലാണ് അത് അറിയുന്നത് എന്തുകൊണ്ട് പിള്ളേര് നിന്നില്ല എന്നുള്ളത്. നിക്കത്തില്ല. അപ്പം ഒരു ദിവസം നോക്കിയപ്പോൾ ഒരു പുതിയ പയ്യൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കെന്തോ ആ പയ്യൻ വന്ന് നമസ്കാരം ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ നമസ്കാരം, ചേച്ചിയോട് നമസ്കാരം പറഞ്ഞു. പിന്നെ ഇപ്പൊ എനിക്ക് എന്തോ ഒരു വശപ്പിശക് തോന്നി. കാരണം ഇപ്പം വന്ന് നോക്കിക്കൊണ്ടിരിക്കും. അപ്പം ഞാനിങ്ങനെ നോക്കുവാണെങ്കിൽ പെട്ടെന്ന് മോഹം മാറ്റും, ഇങ്ങനെയൊക്കെ നിൽക്കും, പിന്നെ ഇങ്ങനെയൊക്കെ നോക്കും. എവിടെ ഞാൻ പോകുന്നോ അവിടെ വരും. ഞാനും മിനി ചേച്ചിയും കൂടി ഇരിക്കുകയാണെങ്കിൽ വന്ന് നിന്ന് അവൻ എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. നോക്കിയിട്ട് മെനക്കെട്ട് കാല് കഴിക്കുന്നു, ഓരോ കാലിങ്ങനെയൊക്കെ മാറ്റി വെച്ച് നോക്കുക. ഇരുന്ന് നോക്കില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്, എങ്ങോട്ടെങ്കിലും ഓടി പോകുമെന്ന് വെച്ചാൽ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി എനിക്കൊരു സംശയം തോന്നി, ചേച്ചി അങ്ങോട്ട് നോക്കുന്നു, ആളിനെ എന്തോ പ്രശ്നം. ഞാനത് ഡയറക്ടറോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു മിനി ചേച്ചി ഇപ്പം എന്തുണ്ടെങ്കിലും മിനി ചേച്ചിയോട് പറയും, ചേച്ചി എന്തോ പ്രശ്നമുണ്ട് കേട്ടോ, എവിടെ പോയാലും വരും, നോക്കിക്കോളാൻ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയപ്പോൾ ഇപ്പം എൻ്റെ പുറകെ വരുന്നു. അപ്പം ഇനി എന്ത് പ്രശ്നം ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവനങ്ങ് പോയി. അത് കഴിഞ്ഞ് അവസാനം ഇത് ഇഷ്യൂ ആയി സംസാരമായി. ഇവൻ എവിടെ പോയാലും അവസാനം എനിക്ക് ചായ കൊണ്ട് തരാൻ, ഇത് എനിക്ക് കാപ്പി കൊണ്ട് തരാൻ സന്തോഷം, പിന്നെ ചോറ് വിളമ്പി തരാൻ. ആർട്ടിലെ പയ്യനാ ചോറ് വിളമ്പി തരാം. പക്ഷെ അഭ്യുദയകാംക്ഷി ഇങ്ങനെ അല്ലല്ലോ. നമ്മളിങ്ങനെ നോക്കുമ്പോ മുഖം എടുത്തിട്ട് അവൻ ഇങ്ങനെ നോക്കും, എന്നിട്ട് ഇങ്ങനെ നോക്കും. അവസാനം എനിക്ക് പേടിയാ. ലാസ്റ്റ് പറഞ്ഞപ്പോ എന്തോന്നറിയോ സാറേ, ഇവൻ ഇറങ്ങിയതേ ഉള്ളൂ, മെന്റൽ ഹോസ്പിറ്റലിൽ ഇറങ്ങിയിട്ട് വഴിയിൽ നിൽക്കുകയായിരുന്നു. ഇവൻ ആരുമില്ല, ചോദിക്കാനും പറയാനും ആരുമില്ല. ഈ ആർട്ടിലെ ഡയറക്ടർ എന്നും ആളെ കിട്ടാത്തോണ്ട് ഏതെങ്കിലും ജംഗ്ഷനിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കും. അല്ല ഒന്നുമില്ല കേട്ടോ, വെറുതെ കഴിക്കുന്നു, എന്നാ വാ
ഇന്ന് വിളിച്ചോണ്ട് വരുന്ന പയ്യന്മാരാണ് ഇന്ന് വരുന്ന പയ്യന്മാര്. അവരെ ചൂടോടെ കൊണ്ടുവന്നതാ. ചൂടോടെ കൊണ്ടുവന്ന മാറാതെ അങ്ങനെ കൊണ്ടുവന്ന ഒരു പയ്യനായിരുന്നു ഇത്. ചിലവരെ നമ്മൾ തിരിച്ചറിയില്ല, അതാണ് ഈ പ്രശ്നം. പ്രാന്തിന്റെ മെന്റലും ഒക്കെ ഉള്ളവരെ. പിന്നെ നമ്മള് ചേച്ചി ഡ്രൈവർ ആരോ വന്നില്ലേ? അത് വന്നു PG വിശ്വംഭര സാറിന്റെ സെറ്റിൽ. എവിടെയാ? ഒറ്റപ്പാലത്ത് വന്നിന്. നല്ല ഒരു 5 അടി 9 ഇഞ്ച് ഹൈറ്റോടെ നല്ല അജാനും നല്ല ശരീരമൊക്കെ നല്ല ചെറുപ്പക്കാരൻ വന്ന് എൻ്റെ അടുത്ത് നിൽക്കാം. ചേച്ചി എന്തുണ്ട് വിശേഷം? അവന് സുഖമാണ്. തൃശ്ശൂർ സ്റ്റൈല്. അത് പിന്നെ ഇവിടെ താമസം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ അനിയൻ എന്ത് ചെയ്യണു എന്ന് ചോദിച്ചു. ഒന്നുമില്ല ചേച്ചി, വേറെ ഒന്നുമില്ല, പണിയൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ എന്താ പണിയുള്ളത് ഇപ്പോൾ? ഒന്നുമില്ലേ ചേച്ചി, നല്ല ഞാൻ പഠിച്ചിട്ടുണ്ടേ, നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഷോട്ടിനൊക്കെ പോകുമ്പോഴും വീണ്ടും എൻ്റെ അടുത്ത് വന്ന് നിൽക്കുക. അപ്പം നിൽക്കുന്നവരൊക്കെ നോക്കുന്നുണ്ട്, എന്നെ ഇയാളെ മാറി മാറി നോക്കുന്നുണ്ട്. അപ്പോൾ കുറേ നേരം കഴിയുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുന്നു, ബ്രേക്കാണ്, അനിയൻ കഴിക്കുന്നു. വേണ്ട അടുത്ത വീട്, ചേച്ചിക്കൊണ്ട് വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുതരാം. ഞാൻ ഇല്ല, എൻ്റെ വീട്ടിൽ നിന്ന് എനിക്കൊന്നും വേണ്ട, അല്ല അനിയൻ്റെ വീട്ടിൽ നിന്നൊന്നും വേണ്ട, ഇവിടെ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ, ദേഷ്യപ്പെടണ്ട കേട്ടാ, ഡ്രൈവറുണ്ടോ വീട്ടിൽ? ഞാൻ പറഞ്ഞു ഉണ്ട്. എവിടെ താമസം? ഞാൻ ആലപ്പുഴ. ചേച്ചിക്ക് ഡ്രൈവർ ഇല്ലെങ്കിൽ, ഇയാൾ ഏതെങ്കിലും കാരണവശാൽ പോകണമെങ്കിൽ ഞാൻ നമ്പർ തരാം, എന്നെ വിളിക്കണം, വീട്ടിൽ നമ്പർ തരാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കാം, തീർച്ചയായിട്ടും വിളിക്കാം മോനെ, തീർച്ചയായിട്ടും. അവൻ എവിടെ താമസിക്കും? അത് കുഴപ്പമില്ല, എൻ്റെ അടുത്തെങ്കിലും ഹോട്ടലെങ്കിലും ഞാൻ താമസിച്ചോളാം, അന്ന് കുഴപ്പമില്ല ചേച്ചി, എന്നെ ഡ്രൈവറായിട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അങ്ങോട്ട് പാസ് ചെയ്ത് പോയപ്പോഴത്തേക്ക് കൂട്ടത്തിലൊരാളെന്ന് പറഞ്ഞു എന്താ അവൻ പറഞ്ഞിട്ട് പോയത്? ഞാൻ ഡ്രൈവറായിട്ട് ചോദിച്ചില്ലേ? അവനോട് ചോദിച്ചില്ലേ? അല്ല, അപ്പം ഞാൻ ചോദിച്ചു, അത് കഴിഞ്ഞ് അവർ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അനിയനിങ്ങ് വന്നേ, ഇതിനു മുൻപ് എവിടെ വർക്ക് ചെയ്തിരുന്നു? ഡ്രൈവിംഗ് എവിടെയെങ്കിലും ഓടിച്ചോണ്ടിരുന്നോ? ഇല്ലേച്ചി, ഞാൻ ജയിലിലായിരുന്നു, ഒരു കൊല ചെയ്തിട്ട് പോയതാ. അപ്പൊ എങ്ങടെ കല്യാണാണേ, 12 ദിവസത്തേക്ക് ഇറങ്ങിയതാ, തിരിച്ചു പോകണം. അവനാണ് എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ ഡ്രൈവറായിട്ട് വരാമെന്ന് ആലോചിച്ചു. അപ്പൊ മറ്റുള്ളവരൊന്ന് പറഞ്ഞു തന്നു. അപ്പോഴാണ് ഒരാൾ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്, എന്താ അവൻ ചോദിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട്ടിൽ ഡ്രൈവറായിട്ട്. ബാക്കി ഞാൻ പറഞ്ഞപ്പോൾ അയാൾ ചേച്ചി വേണ്ടവൻ ഒരു ഇതായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കൊല ചെയ്തിട്ട് ജയിലിൽ പോയതാണ്, ഇന്നും ഇതായിട്ടില്ല, അവൻ്റെ ശിക്ഷ ഇതുവരെ ഉറപ്പിച്ചില്ല, 10-14 കൊല്ലം അവൻ ജയിലിൽ കിടക്കേണ്ടവനാണെന്ന്. അപ്പൊ എനിക്കൊന്ന് എൻ്റെ മോൻ കണ്ടപ്പോൾ തോന്നി കാണും, ഒരു മത്തങ്ങ മോഹം പറ്റിക്കാൻ തോന്നിയ മോൻ വന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇത് എപ്പോഴും ഈ സിനിമയോട് ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ സിനിമയിൽ ഇങ്ങനെ ആകണം, പല ജോലിയിലുള്ളവരും ഒക്കെ ഈ സിനിമയാണല്ലോ, അത് സിനിമ ആലോചിച്ച് വട്ടായ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ എൻ്റെ അടുത്ത് തന്നെ ഒരു മെന്റൽ പ്രോബ്ലം ഉള്ള ഒരു പയ്യനെ ഡോക്ടറാണ് പറഞ്ഞയച്ചത്. കാരണം അവൻ്റെ ഏറ്റവും വലിയ മോഹം സിനിമയിൽ അഭിനയിക്കണമെന്നാണ്. അപ്പോൾ അതാണ് അവൻ്റെ ട്രീറ്റ്മെൻറ്റ്. അത് ചെയ്താൽ ചിലപ്പോൾ അവന് ഒരു ഇത് കിട്ടും എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ചില സിനിമകളിലൊക്കെ ചെറിയ വേഷം കൊടുക്കും, അഭിനയിക്കുമ്പോഴേക്കും പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, കറക്റ്റാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചില വേഷങ്ങൾ കൊടുക്കും.